പല നടന്മാരുടെ പേരുകൾ അവർ പറയുന്നത് അവർ ഓൾറെഡി കണ്ട് ശീലിച്ച സിനിമയെ കുറിച്ചാണ്, നമ്മളെപ്പോഴും കാണാത്ത സിനിമയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പുതുമ അപ്പോഴേ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് അന്നേ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വർക്കായും കൂടെ ആയപ്പോൾ സന്തോഷമായി. ആക്ച്വലി പൃഥ്വിക്ക് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. പൃഥ്വി നമ്മൾ ഉപദേശിച്ചൊന്നും പിടിക്കാൻ പറ്റുന്ന ഒരാളല്ല. ലോകത്തിൽ നമ്മളെക്കാട്ടി ഇപ്പോൾ വിവരമുള്ള, അറിവുള്ള, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള, സിനിമയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മളെ പുള്ളി പോയിട്ട് അങ്ങനെയല്ല, ഇത് നമ്മളിങ്ങനെ റൺ ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി അപ്പം തന്നെ പൊട്ടിച്ച് കൈ തരും. നിഖില വരുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ആങ്ങി കാണിച്ചിട്ട് ബേസിൽ നോക്കാൻ പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അത് കണ്ണുകൊണ്ട് ആങ്ങി കാണിച്ചാൽ ഒരു ഡയലോഗ് വേണ്ടെന്ന് പറയുന്നത് എൻ്റെ ഇത്. പുള്ളി ആ ചിരിയുടെ ഫ്ലോയിൽ വന്നിട്ട് വന്നല്ലോ എന്ന് പറയുന്നത്, വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രാവൽസ് ആംഗ്രി ഫീലാണ് വന്നെങ്കിലും, പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ആ പൃഥ്വി പറഞ്ഞ ആ വാക്ക്. അത് ഭയങ്കര ഒഴുകി വന്നത്. ഈ സിനിമ മൊത്തം ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമ ഒരിക്കലും എനിക്ക് വേണ്ടി എടുത്ത സിനിമയല്ല. ഞാൻ ഇപ്പൊ അമ്മാമ്മ സീനൊക്കെ വളരെ നോർമലാണ്. ആ സീൻ നമുക്ക് ഡെഡ് സീനാണ്. ആ സീന് ഡെലിറ്റ് ചെയ്താലും ആലോചിക്കും കുറച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഒന്നുമില്ല, ബാക്കിയുള്ള ഹൈലൈറ്റ്സ് ഒന്നുമില്ല എന്നത് ചെയ്യാൻ. ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചിന്തിക്കും, രാജ്യം ഒരു വീട്ടിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഇതുപോലത്തെ ഒരാളെ നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും. സാധാരണ മിഡിൽ ക്ലാസ് വീട്ടിൽ നിൽക്കില്ല പുള്ളി. ഒരു വീട്ടിനകത്ത് ചെറിയ ജയിലെ പോലത്തെ ഒരു വീട്ടിനകത്ത് പുള്ളി പ്ലേസ് ആവില്ല. ആ പ്ലേസ് ആയത് എങ്ങനെ രസം ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല തമാശകൾ കിട്ടും, നല്ല ഇമോഷൻസ് കിട്ടും എന്ന്. അതാണ് ഈ ഇതിൽ സംഭവിച്ചത്. അതേപോലത്തെ അതിനേക്കാൾ കുറച്ചുകൂടെ കുഞ്ഞു പടമായിരിക്കും. വലിയ ഗുരുവായൂരും സെറ്റപ്പും ആർട്ടിസ്റ്റും. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പുതിയ ആൾക്കാരും. ജയയുടെ ഒരു പാറ്റേണിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് അതായിരിക്കും. അപ്പൊ എനിക്ക് രാജുവിന് അത് ഇഷ്ടമാണ്, അങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളതാണ്. ദ ക്യൂ ഷോ ടൈമിൽ വിപിൻ ദാസ്, വെൽക്കം. നമസ്കാരം. ഈ കമ്മ്യൂണിറ്റി വാച്ചിൽ ഈ കൂട്ടച്ചിരി ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗുരുവായൂർ അമ്പലനട ഇത്ര അധികം ഡിസ്കഷനിൽ വരുന്നതും ചർച്ചയാവുന്നതും ആളുകൾ ഏറ്റെടുക്കുന്നതിലൊക്കെ ഈ കൂട്ടച്ചിരിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പേപ്പറിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന ദിവസം മുതൽ ഇതിൻ്റെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി വാച്ചിൽ കൂട്ടച്ചിരി ട്രിഗർ ചെയ്യാന്നുള്ളത് അത് മേക്കറുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ. ഡേ 1 മുതലുള്ള മേക്കറുടെ എഫേർട്ട് അതിലെങ്ങനെയാണ്? അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു കൂട്ടച്ചിരി ഉണ്ടാവും, അത് ഇന്ന് വേവായിട്ട് മാറും, അന്ന് ആലോചിക്കുന്നില്ല. എന്നത് വർക്കാവും. നമ്മുടെ വിചാരം, നമ്മുടെ ഒരു ആലോചന എപ്പോഴും സേഫ് ആക്കുക എന്നുള്ളതാണ്. ഇത് വർക്കാവണം, ഇത് വർക്കാവണം, ഇത് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഓക്കെ ചിരിക്കുമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഒരാൾ ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടാവും. അത്രയും തന്നെ മിനിമം എന്നുള്ള സാധനത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ബോണസാണ്. അപ്പം അത് മാക്സിമം കിട്ടുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ അത് നമ്മൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇത് ഷൂട്ടിംഗ് ടൈമിലോ എഴുത്തിലോ ഒന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു ജസ്റ്റ് ഓക്കെ കോമഡി ആയിരിക്കും എന്നുള്ള, പൊട്ടിച്ചിരിക്കുന്ന സാധനം എന്തായാലും ചിരിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഇത് നേരെ അപ്പുറത്തോട്ട് ഉറപ്പാണ്. തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേളിൽ പോയി അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ക്രൂവിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേളിൽ പോയല്ലോ എന്ന് തോന്നുന്നത്. ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ക്രൂവൊക്കെ ഇരിക്കുന്നു, ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഓരോരുത്തർ സർപ്രൈസ്ഡ് ആണ് പല കാര്യങ്ങളും. ഈ സിനിമ ഇത്രയും ഈ പറഞ്ഞ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുന്നത്, ആളുകൾ ഏറ്റെടുക്കുന്നത്, ഇതിലെല്ലാം എനിക്ക് തോന്നുന്നത് ഈ ഒരു സർപ്രൈസ് ആയിട്ട് വർക്കായ ഒരു കോമ്പോയുടെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇതുവരെ പൃഥ്വിയും ബേസിലിനെയും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓൺട്രയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ അതിലെനിക്ക് ചോദിക്കാനുള്ളത്, ഈ കാസ്റ്റിംഗ് ഇപ്പോൾ ബേസിൽ പൃഥ്വി എന്നുള്ളത്, ഇതിനു മുന്നേ പലരിലൂടെ കാസ്റ്റിംഗ് സിനിമയുടെ ഇതൊക്കെ മാറി വന്നിട്ട് വിപിനിലെത്തുമ്പോൾ ചൂസ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരെയാണല്ലോ. എന്തുകൊണ്ടാണ് ബേസിലിനെയും പൃഥ്വിയെയും ചൂസ് ചെയ്യുന്നത്? അവര് ബേസിൽ ചെയ്തിട്ടുണ്ടാവും. ബേസിലെ ക്യാരക്ടർ എനിക്ക് ആ ഒരു ആർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അത് കൃത്യമായിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരാൾ ചെയ്യണമെന്നൊരു നിർബന്ധം എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്ന ഒരാളെയും ഞാൻ അവിടെ എന്തായാലും കാസ്റ്റ് ചെയ്യില്ല. ഇല്ലെങ്കിൽ ഒരു പുതിയൊരാളെയും കിട്ടി ഞാനത് മേക്ക് ഓവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത്രയും ഫേമസ് അല്ലാത്ത ഒരാളെ ഞാൻ പ്ലേസ് ചെയ്യും. പക്ഷെ എന്തായാലും ഓൾറെഡി യൂസ്ഡ് ആയിട്ട് ഒരാൾ അവിടെ ഇട്ടിട്ട് കാര്യമില്ല. കാര്യം അവിടുന്ന് അതിൽ കൂടുതൽ ഒരു ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് വന്നുകൊണ്ട് തന്നെയാണ് അത് വർക്കായെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് ആദ്യമേ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പം പലരും പല ഓപ്ഷൻസ് പറയുന്നുണ്ടാവാം ഈ ടീസർ കണ്ടിട്ടൊക്കെ ആ സമയത്തൊക്കെ. അപ്പോഴേ എനിക്ക് ഉള്ളിൽ തോന്നുന്നു ഈ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ട് ശീലിച്ചിട്ടാണ് അവർ ഈ ഓപ്ഷൻ പറയുന്നത്. പല നടന്മാരുടെ പേരുകൾ അവർ പറയുന്നത് അവർ ഓൾറെഡി കണ്ട് ശീലിച്ച സിനിമയെ കുറിച്ചാണ്, നമ്മളെപ്പോഴും കാണാത്ത സിനിമയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പുതുമ അപ്പോഴേ തോന്നുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫ്രഷ് ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് അന്നേ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്
വർക്കായും കൂടെ ആയപ്പോൾ സന്തോഷമായി. ഇതിൽ ഈ പൃഥ്വിയുടെ കാര്യം പറയുമ്പോൾ പേഴ്സണലി തോന്നിയത് ഈ ഏറ്റവും കൂടുതൽ ചലഞ്ച് ആക്ച്വലി പൃഥ്വിക്കാണല്ലോ. ബേസിലുള്ള ഒരു കംഫർട്ട് സോൺ ആണ് അവിടെ ഉള്ളത്. അതിൽ പൃഥ്വി മികച്ചതായി നിൽക്കുക എന്നുള്ളതാണ്. അത് പൃഥ്വി ഭയങ്കര രസമായിട്ട് ഫുൾ ഓഫ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഈ ചോക്ലേറ്റിലോ സ്വപ്നക്കൂടിലോ ഒന്നും കണ്ട പൃഥ്വിയുടെ ഹ്യൂമർ സൈഡ് അല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഈ ഓവർ ദി ടോപ്പ് ആകുമ്പോൾ ഇയാളുടെ നെഗറ്റീവ് ഷെയ്ഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പൃഥ്വി ഇതിൽ കാസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അതിൽ പുതുമയുണ്ട്, ശീലങ്ങളെ മാറ്റണം. ഈ പറഞ്ഞ ക്യാരക്ടറിന് ഡെലിവറി ചെയ്യുന്നത്, പൃഥ്വിക്ക് കൊടുക്കുന്ന ഫീഡിങ്, അതെങ്ങനെയായിരുന്നു ശരി? ആക്ച്വലി പൃഥ്വിക്ക് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. പൃഥ്വി നമ്മൾ ഉപദേശിച്ചൊന്നും പിടിക്കാൻ പറ്റുന്ന ഒരാളല്ല. ലോകത്തിൽ നമ്മളെക്കാട്ടി വിവരമുള്ള, അറിവുള്ള, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള, സിനിമയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മളെ പുള്ളി പോയിട്ട് അങ്ങനെയല്ല, ഇത് നമ്മളിങ്ങനെ റൺ ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി അപ്പം തന്നെ പൊട്ടിച്ച് കൈ തരും. അപ്പം നമ്മൾ ആദ്യം പുള്ളിയെ വെറുതെ വിട്ടു ഫസ്റ്റ് സീനിലൊക്കെ. അപ്പോൾ പുള്ളി ചെയ്തു. അപ്പോൾ ചെയ്യുന്നതിന് നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നല്ലാതെ അതിലോട്ട് കേട്ടില്ല. പിന്നെ ഞാൻ ആദ്യമേ ചീഫിനോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു പൃഥ്വിയുടെ ഏറ്റവും ലോ ആയിട്ടുള്ള സീൻസ് മതി ആദ്യം. ഇമ്പോർട്ടൻറ്റ് സീനുകളൊക്കെ ഇല്ലെങ്കിൽ ഏറ്റവും കോമഡിയുള്ള സീനൊക്കെ ലാസ്റ്റ് ഉള്ള ഈസി ആണല്ലോ. അപ്പം ഭാഗ്യത്തിന് അത് അങ്ങനെ തന്നെ വന്നു. അപ്പം ആദ്യം പൃഥ്വി സെറ്റാവുന്ന ഇപ്പൊ നിഖിലയായിട്ടുള്ള റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇമോഷണൽ സീനുകൾ, പിന്നെ അമ്മാവന്മാരായിട്ടുള്ള സീൻ, ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളുള്ള സീനുകളല്ലായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യമേ പോയി. അപ്പൊ പൃഥ്വി ഞാനും ഒക്കെ ഒരു ജെല്ലുണ്ടായി. പിന്നെ ബേസ് വന്നു. പിന്നെ ക്ലൈമാക്സിലോട്ട് എത്തി നമ്മൾ പതുക്കെ. ക്ലൈമാക്സ് കൂടെ കഴിയുമ്പോൾ ക്ലൈമാക്സിൽ ഇതേ മീറ്ററിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടും ക്ലൈമാക്സിൽ കുറച്ച് അങ്ങോട്ട് ആ സീരിയസ്നെസ് തന്നെ അങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്കും ഫുൾ ടീം അങ്ങ് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞാൽ പൃഥ്വിയുടെ ഫസ്റ്റ് ഹാഫോട്ട് എടുക്കാനാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്നും പൃഥ്വിയോട് പറയാം, പൃഥ്വിക്ക് എന്നും പറയാം. അപ്പം അങ്ങനെ സ്ഥാനത്തോട്ട് എത്തിയപ്പോൾ നമുക്ക് നമ്മളങ്ങോട്ടും കളിയാക്കുന്ന സെറ്റപ്പിലാണ് ബേസിലും ഞാൻ. അപ്പം അതേ ഇങ്ങോട്ടോട്ട് പുള്ളിയും വന്നു. അപ്പൊ എന്നും ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുന്നൊരാവും പുള്ളി. ഇപ്പം ബേസിൽ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ ചെയ്യുന്നത് പൃഥ്വിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ബേസിലിന്റെ കൂടെ പിടിക്കാൻ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ ബേസിലിന്റെ മേളിൽ പോകണമെന്നോ അല്ലെങ്കിൽ ബേസിലിന്റെ കൂടെ ആ ഹെൽത്തി കോമ്പറ്റീഷൻ പുള്ളി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ബേസിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കര നോർമൽ സിനിമയായിട്ട് ചെയ്താലും മാറി നിൽക്കുമെന്ന് പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി അതിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ആ ബ്ലെൻഡ് കറക്റ്റാണ് വർക്കായി. പിന്നെ പൃഥ്വി നമ്മളെ സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് നിഖില വരുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് ബേസിൽ നോക്കാൻ പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അത് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചാൽ ഡയലോഗ് വേണ്ടെന്ന് പറയുന്നത് എൻ്റെ ഇത്. പുള്ളി ആ ചിരിയുടെ ഫ്ലോയിൽ വന്നിട്ട് വന്നല്ലോ എന്ന് പറയുന്നത്, വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രയാണ സ്ലാങ്ങിൽ ഫീലാണ് വന്നെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ആ പൃഥ്വി പറഞ്ഞ ആ വാക്ക്. അത് ഭയങ്കര ഒഴുകി വന്നത് ആ കൂട്ടത്തിൽ. അപ്പം അതുവരെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഇല്ലെങ്കിൽ ഓരോ ഫ്രെയിം ടു ഫ്രെയിം അളന്ന് അഭിനയിക്കുന്ന ഒരാള് ഭയങ്കര ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിച്ചു. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ രാജുനോട് അപ്പം തന്നെ പറഞ്ഞു നമുക്ക് ഈ മീറ്റ് സൂപ്പറാണ്, ഇതങ്ങ് പിടിച്ചാൽ ഇതിൽ തന്നെ വരണം എന്നുള്ളതായി. ഇപ്പം ഡബ് ചെയ്യുമ്പോഴും ആദ്യം പുള്ളി അത് മുറിച്ച് ചെയ്യാൻ നോക്കുമ്പോഴും ഞാൻ പറയില്ല നമുക്ക് ഇത് പയറ്റിലെല്ലാം കിട്ടിയ ഭയങ്കര രസമായിരിക്കും എന്ന് പറയുമ്പോൾ പുള്ളി അത് തിരിച്ചു കിട്ടി. പുള്ളി വീണ്ടും അതിലോട്ട് വന്ന് പിന്നെ ഞാൻ ഒരു റൗണ്ട് ഡബിങ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു പുള്ളിയെ. രണ്ടാമത്തെ റൗണ്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടി എനിക്ക് ഇതെല്ലാം റീഡപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ ഫ്ലോ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ് പുള്ളി കൊണ്ടുവന്നത്. ആദ്യത്തിലൊരു അവരില്ല എനിക്ക് പറയാനുള്ളത് പറയുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ പറയും കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരാൻ ഇതെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതുകൊണ്ട് പുള്ളി ഒറ്റയടി നമ്മൾ വേറെ പറഞ്ഞു കൊടുക്കണ്ട, ഞാനത് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആദ്യമേ നടക്കുന്നത്. അപ്പം ഇങ്ങനെ അത് പുള്ളി അതിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ടാവും എതിരെ അഭിപ്രായങ്ങളില്ല, ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻസ് ഇല്ല പുള്ളിക്ക്. ഓക്കെ അങ്ങനെ ചെയ്യാം, വിപിൻ പറയുമ്പോൾ ഞാൻ ചെയ്തു എന്നുള്ള കൊണ്ട് പുള്ളി അങ്ങോട്ട് സെറ്റായി. ഒരു അല്ലെ ഇതിലേക്ക് പെട്ടെന്ന് ആഡ് ഓൺ ചെയ്യാൻ തോന്നിയത് ഈ സിനിമയില് പറഞ്ഞ ആനന്ദനും പാർവതിയും കുട്ടിയും കൂടെ കാറിന് വന്നിറങ്ങുമ്പോൾ പൃഥ്വി കുട്ടിയെ കൊഞ്ചിക്കുന്നത് ബബ്ബ എന്ന് പറഞ്ഞാണ് സ്ഫടികത്തിലെ ഈ ചാക്കോ ഭാഷ. അത് ആക്ച്വലി സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നാണോ? അങ്ങനത്തെ പൃഥ്വിയുടെ തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ജോമോനാണെങ്കിലും ബേസിലാണെങ്കിലും ഇല്ലെങ്കിൽ ഒരാൾക്കും നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കില്ല. നമ്മള് അവര് കയ്യിൽ നിന്ന് ഓവറായിട്ട് പോകണമെങ്കിലോ തീരെ ഡൗൺ ആയി പോകുന്നെങ്കിൽ മാത്രമേ നമ്മൾ അവരെ ഇടപെടുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാനാണ്. ഞാൻ ഇതാണ് കണ്ടന്റ്, ഇത് ഡയലോഗ് അല്ല, ഇത് കണ്ടന്റ് ആണ്. നിങ്ങൾ കണ്ടന്റായിട്ട് കണ്ടിട്ട് ഇത് പറയാന്നുള്ളത്. അപ്പോൾ ഒരു പറയുമ്പോൾ ചിലപ്പോൾ നല്ലതാവും, മോശമായി ഞാൻ പറയില്ല ഈ ഡയലോഗ് പറഞ്ഞാൽ മതി. മോശമാണെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മൾ അതങ്ങ് എടുക്കും എന്നുള്ളതാണ്. അപ്പം ആ ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറയും ഞാൻ എപ്പോഴും ലോക്ക് ചെയ്ത് പിടിക്കാറില്ല. ഞാൻ കുറച്ച് മൂവ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കും. ഞാൻ കുറച്ച് ഫ്രീഡം കൊടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ അതൊക്കെ അവർക്ക് ഫ്ലോയിൽ വരും എല്ലാവരും. അത് ബേസിൽ ഓൾറെഡി നമ്മളോട് സിങ്ക് ആണ്. ഈ ജയ ചെയ്തപ്പോൾ തന്നെ അതിൽ അങ്ങനെ സിങ്ക് ആണ്. കാര്യം നമ്മൾ കുറച്ചുകൂടി ആർട്ടിസ്റ്റ് ഫ്രീഡം കൊടുത്താണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പൊ രാജുവിന് അത് യൂസ്ഡ് ആയി തോന്നുന്നു. ഈ ബബ്ബയുടെ കാര്യത്തില്
നമ്മൾ ഇത്രയും കാലം മേ ബി എനിക്ക് തോന്നുന്നു ഈ പടം ഇറങ്ങുന്നവരെ നമുക്ക് ഇത് ചാക്കോമാഷ് പറയുന്നതാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സാധനമാണ്. അവിടെയാണ് ഒരു കുട്ടിയെ കൊഞ്ചിപ്പിക്കുന്ന തരത്തിലോട്ട് എത്തുന്നത്. പിന്നെ രാജുവിന്റെ ഫിസിക്കും എല്ലാം വെച്ചിട്ട് രാജു താഴോട്ടിറങ്ങി വരാൻ ശ്രമിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. കുറച്ച് ഇമോഷണൽ ആവാനോ റൊമാൻറ്റിക് ആവാനോ അല്ലെങ്കിൽ അളിയനോട് സ്നേഹം കാണിക്കാനോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സാധനത്തിൽ നമുക്കൊരു തമാശ തോന്നും. പുള്ളിക്ക് അത് മേളിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, താഴെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പുള്ളി ഒരു സൈഡിൽ പുള്ളി ഭയങ്കര ഡാർക്കാണ്, എന്നാൽ മറ്റേ സൈഡിൽ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് കാണിക്കണം അല്ലെങ്കിൽ ഹംബിളായിട്ട് കാണിക്കണം എന്നുള്ളതൊക്കെ പുള്ളി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായി. പുള്ളി അങ്ങനെ ഒരു ഡബിൾ മൈൻഡ് കളിക്കുന്ന ഒരു ക്യാരക്ടർ ഇതുവരും ചെയ്തിട്ടില്ല. ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഫ്ലിപ്പാവുന്ന ഒരു ക്യാരക്ടർ കൂടി ചെയ്തിട്ടില്ല. ഈ ചെയ്ത എന്റെ ഒരു അറിവില്ല. എനിക്ക് ചോക്ലേറ്റിലൊക്കെ ചിലപ്പോൾ എവിടെയൊക്കെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടാവും, അതൊന്നും ഇല്ല. അതൊന്നും ഇല്ല. ഇത് തന്നെ എനിക്ക് ആദ്യം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അതെന്റെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു. ഇതിലെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പെർട്ടിക്കുലർ സീനിന്റെ ഒരു കോറിയോഗ്രാഫിയും പെർഫോമൻസ് പ്ലാനിങ്ങിനെ പറ്റിയ ഈ പറഞ്ഞ നിഖില വരുന്നതിന് മുന്നേയുള്ള സീക്വൻസ്, ഇവര് ആദ്യം കാണുന്ന അന്നത്തെ ദിവസത്തെ ആ സീക്വൻസിനെ പറ്റിയാണ്. അതിൽ ഈ പറഞ്ഞ ഭയങ്കരമായ ക്യാമറ മൂവ്മെന്റ്സോ കട്ടുകളോ ഭയങ്കരമായിട്ടൊന്നും വരുന്നില്ല. ഇവരിരുന്ന് സംസാരിക്കുകയാണ്, രണ്ടുപേര് അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നു, മദ്യപിക്കുന്നുണ്ട്. അതിലെനിക്ക് എനിക്ക് ഭയങ്കര ഹുക്കായത് ഈ പൃഥ്വിയുടെ ചിരിയായിരുന്നു. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ചിരിക്കുന്നതിന് നമ്മൾ മൂവ് ചെയ്യാണല്ലോ, ഇയാളുടെ ഈ ചിരി സന്തോഷം നമുക്കും കിട്ടുന്നുണ്ട്. രണ്ടുപേരെ പെർഫോം ചെയ്യണം. ഇവർ ഈ പറഞ്ഞ മദ്യപിച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഹ്യൂമർ വർക്ക് ആവണം, ഡയലോഗ് പറയേണ്ടത് പറയണം. മറ്റയാൾ സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഡയലോഗ് സമയത്ത് ഇയാൾ ഈ മീറ്ററിന് താഴെ പോവാൻ നിൽക്കണം. ആ ഒരു സീനിന്റെ കോറിയോഗ്രാഫിയും പ്ലാനിങ് അതിലും ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഹൈ ആയിരിക്കണം ഭയങ്കര. നമ്മൾ എത്രത്തോളം ഹൈ ആവുന്നോ അത്രത്തോളം ആളുകൾ ചിരിക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ രാജിനത് ഡൗട്ട് ഉണ്ട്, ഞാൻ ഭയങ്കര ഓവറായി പോകുന്നുണ്ട്. ഞാൻ ഇല്ല, ഇത് നിങ്ങളെ കളിയാക്കുന്ന സാധനമാണ്. അല്ലെങ്കിൽ ആ ആനന്ദനെ തന്നെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സാധനമില്ല. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. അപ്പം വേറൊരാളെ കുറിച്ചല്ല പറയുന്നത്. അപ്പൊ എത്ര ഹൈ ആയി പോയാലും സെൽഫ് ട്രോളിന്റെ ഫീലേ വരുള്ളൂ. അപ്പം നിങ്ങൾ എത്ര പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഞാൻ പറയുന്നത് ആ ഷോർട്ട് കട്ട് ചെയ്യുന്നവർ എനിക്ക് ആ ചിരി വേണം. പിന്നെ ആക്ടിവിറ്റി ഫുൾ ബോഡി അനങ്ങി ചെയ്യണം. ബേസിൽ അതൊരു ജോയിൻ ചെയ്യണം. പിന്നെ അതിന് തൊട്ടുമുമ്പ് ആ ഷോർട്ടിന് തൊട്ടുമ്പ് നമ്മൾ പുറത്തുനിന്ന് ഇതിന് ഒരു പൊട്ടിച്ചിരി കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറണം, വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ. അപ്പൊ നമ്മൾ ആ ജെല്ല് നമ്മൾ മൂന്നിനും ഭയങ്കരമായിട്ടുണ്ട്. അതൊരു കസേര വേണ്ടി ഇപ്പുറത്തിട്ടിരുന്ന് ഞാനുണ്ട് അവിടെ. അങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ മൂന്നിനും ഇതേ സംസാരം ഇതേ കോമഡി പോലെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ ബേസിൽ എന്തോ ഹെൽത്തിന്റെ മറ്റേ ഡയറ്റിന്റെ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് ബേസിലെ കളിയാക്കുന്നു, ബേസിൽ തിരിച്ചെന്നെ കളിയാക്കുന്നു. അതിന്റെ ഇടയിൽ രാജു എന്തോ വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ രാജു നമ്മളെ പോലെ ആണല്ലോ എന്നുള്ളത് രാജു നമ്മളങ്ങനെ കളിയാക്കി രാജു തിരിച്ചു കളിയാക്കി ഇങ്ങനെ സാധനം നടന്ന് പൊട്ടിച്ചിരിച്ചിട്ടാണ് ചിരിച്ചുകൊണ്ടാണ് ഇവരെ കയറി വന്നിരിക്കുന്നത്. അപ്പൊ ആ വൈകിൽ തന്നെ അത് സത്യം അവിടെ നിന്ന് വെള്ളം അടിച്ചൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അവിടെ ഇരുന്നിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ ഒരു റൗണ്ട് ടേബിൾ ഫീൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അതങ്ങോട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയെന്നുള്ളൂ. അറ്റ്മോസ്ഫിയർ ഭയങ്കര ഗുണം ചെയ്തു ആളാണ്. ഇതിലേക്കൊരു വിമർശനാത്മകമായിട്ട് എനിക്ക് സിനിമ കണ്ടപ്പോഴും എനിക്ക് ചോദിക്കണം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നായക നടൻ അല്ലെങ്കിൽ ഒരു ഹീറോ മെറ്റീരിയൽ ഭാഗമാകുന്ന സിനിമയിൽ ഇയാളുടെ മുൻകാല സിനിമകൾക്ക് റെഫറൻസുകളൊക്കെ കൃത്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ പല ഭാഷകളിൽ പ്ലേസ് ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ സിജു ഈ ലൂസിഫർ മിന്നൽ മുരളി ഒരു റെഫറൻസ് പറയുന്ന സീക്വൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി സിനിമയിൽ വർക്ക് ആവാതെ പോയൊരു ഡയലോഗ് പോർഷൻ കൂടിയായിരുന്നു അത്. അവിടെ ശരിക്കും ഒരു സംവിധായകൻ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്തരം പീസുകൾ പ്ലേസ് ചെയ്യണം അങ്ങനെ നിർബന്ധിതനാവുന്നുണ്ടോ? ഈ സിനിമ മൊത്തം ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമ ഒരിക്കലും എനിക്ക് വേണ്ടി എടുത്ത സിനിമയല്ല. ഞാൻ ഇപ്പൊ ജയ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ഇമോഷൻ, എന്റെ പൊളിറ്റിക്സ്, എന്റെ മൈൻഡ്, ഇത് എനിക്ക് പ്രേക്ഷകർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു അണ്ണുവീട് ഞാനകത്ത് ഒരു എന്താ പറയാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും സാധനം വെച്ചിട്ടില്ല. ഇപ്പൊ ഫൈറ്റിന് കൊറിയോഗ്രാഫിന് കമന്ററി വന്നത് പോലും പ്രേക്ഷകർ മൊത്തം ഓഡിയൻസ് കേരളക്കാരെ മൊത്തം ഒരു വീടിനുള്ളിൽ വന്ന് നിന്ന് ആ ഒരു ഫൈറ്റ് കാണുന്ന ഒരു റെസ്ലിംഗ് കാണുന്ന എനിക്ക് ഫീൽ ചെയ്യണം. അതേ റെസ്ലിംഗിന്റെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ആ ക്രൗഡ്സ് ഉണ്ടല്ലോ, അത് കോമഡിക്ക് വേണ്ടി വെച്ചതല്ല, കമന്ററിക്ക് വെച്ചത്. അത് അങ്ങനെ സാധനം തിയേറ്റർ തന്നെ ഒരു കേരളം മൊത്തമായിട്ട് സങ്കല്പിച്ചിട്ട് നിങ്ങൾ എല്ലാ വീട്ടിലും ഇതൊരു വീടുണ്ട്, ആ വീടിനകത്തൊരു വീട് നിങ്ങൾ കാണിക്കുന്നു, നിങ്ങൾ റെപ്രസെന്റ് ചെയ്തതാണ് സാധനം, ആണുങ്ങളെല്ലാം ഒരു സൈഡിൽ പെണ്ണുങ്ങളെല്ലാം ഒരു സൈഡിൽ എന്ന് പറഞ്ഞിട്ടാണ് ഫൈറ്റ് എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ മൊത്തം ഞാൻ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ഈ സിനിമ മൊത്തത്തിൽ ഈ സിനിമയിൽ കഥയില്ലല്ലോ, ബേസിക്കലി ഒരു ഓൺലൈനിൽ പോകുന്ന സിനിമയാണ്. അപ്പം ഇത് ചെയ്യുന്ന തന്നെ കോമഡിയാണ്, അല്ലെങ്കിൽ ആളുകൾ ചിരിക്കണം, ആളുകൾ എന്റർടൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ കേട്ടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എവറി സെക്കൻഡിൽ ഒരു സീൻ നോർമലായി തന്നെ
ഇപ്പൊ അമ്മാമ്മയുടെ സീനൊക്കെ വളരെ നോർമലാണ്. ആ സീൻ നമുക്ക് ഡെഡ് സീനാണ്. ആ സീൻ ഡെലിറ്റ് ചെയ്താലോ ആലോചിക്കും കുറച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഒന്നുമില്ല അതിനകത്ത്. ബാക്കിയുള്ള ഹൈ വെച്ചിട്ട് ഒന്നുമില്ല എന്ന് ചെയ്യാൻ. ഇപ്പൊ ബാർ സീനിലൊക്കെ കുറച്ച് ഡൗൺ ഉണ്ട്. ആ ഡൗൺ ഫോൾ വരുന്ന കുറെ വേറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പം ആ ഡൗൺ ആവുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര പേടിയുണ്ടായി. ഒരു സീൻ പോലും നമ്മൾ വെറുതെ വിടുന്നില്ല. എല്ലാ സീനിലും നമുക്ക് ആളുകൾക്ക് ചിരിക്കാനും ആലോചിക്കാനും ആസ്വദിക്കാനും ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് പോവാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി എടുത്ത സിനിമയാണ്. ഞാൻ ആദ്യം ആലോചിച്ച ഫസ്റ്റ് ഈ സിനിമ തുടങ്ങുമ്പോൾ ആലോചിച്ച സിനിമയുടെ ബഡ്ജറ്റാണ്. ഞാൻ എങ്ങനെ വേണാലും ഈ സിനിമയുടെ ബഡ്ജറ്റ് 15 കോടിക്ക് മേലെ പോലും സെറ്റ് ഇടണം. അതിന് ആരും ഇല്ലെങ്കിലും ബേസിലും അതെ ബേസിൽ മാത്രം വെച്ചാണ് നമ്മൾ തുടങ്ങുന്ന പ്ലാൻ ഉണ്ടായത്. രാജു വന്നിട്ടില്ല, അപ്പോഴും 15 കോടിയുണ്ട്. അപ്പം ഞാൻ രാജു വന്നപ്പോൾ കുറച്ചുകൂടെ വലുതായി. അപ്പം ഞാൻ ആലോചിച്ചു ബാക്കി ആർട്ടിസ്റ്റുകൾ വലുതാക്കുന്നതെല്ലാം ആളുകൾ വരട്ടെ, കാണട്ടെ, ഒരു വലിയ സിനിമ ആവട്ടെ. അപ്പോൾ വലിയ സിനിമ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 25 കോടിക്ക് മേലെ 20 കോടിക്ക് മേലെ സിനിമ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയ്ക്ക് അത്രയും ടിക്കറ്റ് നമ്മൾ വിൽക്കണം. ഞാൻ അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. 25 കോടി രൂപ തിരിച്ചു കിട്ടണമെങ്കിൽ എത്ര പേര് സിനിമ കാണണം. അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ പ്രൊഡ്യൂസർ എടുത്ത് ചോദിച്ചത് ബഡ്ജറ്റിന് കണക്കല്ല ചോദിച്ചത്, എത്ര കളക്ട് ചെയ്യുന്ന വെച്ചത്, എത്ര ടിക്കറ്റ് വിറ്റു. അപ്പോഴാണ് അവരതിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. അവർ 15 ലക്ഷം ടിക്കറ്റ് 3 ദിവസം കൊണ്ട് വിറ്റു. ഓക്കെ, അതൊരു വലിയ മാർക്കാണ്. ഞാൻ വെരി ഗുഡ്. ഞാൻ അതാണ് ആലോചിച്ചത്, ഇത്രയും ടിക്കറ്റ് വിൽക്കണം. അപ്പം അവർ ടിക്കറ്റ് വിൽക്കുമ്പോൾ അല്ലാത്ത അമ്മ, അച്ഛൻ, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ഒരു 5-6 പേര് വരണം. അപ്പൊ കൊച്ചു കുട്ടി മുതൽ വയസ്സായവർ വരെ വരണം. അപ്പൊ ഞാൻ അവർക്കെല്ലാം എന്റർടൈൻ ആവുന്ന സീനുകൾ വായിക്കേണ്ടി വരും. അത് ഞാൻ ചില സീൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ ചില സാധനങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര വർക്കായിട്ട്. ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ അറബിയ മലയാളം പഠിക്കുന്ന സാധനം കൊച്ചു കുട്ടികൾക്കും വയസ്സാവർക്കും ഭയങ്കര വർക്കായിട്ട്. ഇപ്പൊ ജോമോന്റെ സീക്വൻസ് ഒക്കെ ടീനേജേഴ്സിന് ഭയങ്കര വർക്കായിട്ടുണ്ട്. യൂഷ്വലി ഈ ജോമോന്റെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്ക് അത് ഭയങ്കര. അതെ, ഇപ്പൊ നമ്മൾ ഈ സ്പൂഫ് ദൃശ്യം അങ്ങനെയൊക്കെ സ്പൂഫ് സാധനങ്ങളൊക്കെ ഒരു 50 വയസ്സിന് മേലുള്ളവർക്ക് ഭയങ്കര വർക്കായിട്ട്. അവർക്ക് നൊസ്റ്റാൾജിയ അടിച്ച് അവരിത് യൂസ് ചെയ്യില്ല. നമ്മൾ റീലിലോ യൂട്യൂബിലൊന്നും അത്ര യൂസ്ഡ് അല്ലാത്തവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ഇതുപോലെ ലൂസിഫർ, മിന്നമുള്ളി റെഫറൻസ് ഒക്കെ അവർക്ക് ഭയങ്കര പുതുമായിട്ട് തോന്നി. യൂസ്ഡ് ആയിട്ടുള്ളവർക്ക് അത്ര പുതുമ തോന്നില്ല. അപ്പം എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരെയും കൊണ്ടുവരാൻ ഒരു ശ്രമം, ബോധപൂർവമായിട്ട് ശ്രമമുണ്ട്. അപ്പൊ എനിക്ക് അത് ഈ ടിക്കറ്റ് കൊണ്ടാണ് എന്റെ ഇത്രയും പേര് കാണണം എന്നുള്ള. അത് പടം വലുതാവും തോറും നമ്മൾ ആളുകൾ കൂടുതൽ കാണണം. എനിക്ക് വലിയ പടങ്ങൾ ചെയ്യുമ്പം റോങ് ആയിട്ട് തോന്നുന്ന പലപ്പോഴും പല കാര്യങ്ങൾ ഇതായിരിക്കും. സിനിമയുടെ ബഡ്ജറ്റ് കൂടുന്തോറും ആള് കൂടുതൽ കാണണം എന്നുള്ളതായിരിക്കും നമ്മളെ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ അതിനകത്തുള്ള മോശം വാക്കുകൾ കുറയ്ക്കണം, കുട്ടികൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിനിമ ആക്കണം. ഈ പറഞ്ഞ പോലെ മുതിർന്നവർക്ക് വളരെ വയസ്സായ ഇവൻ ആ ഭക്തി സാധനം എനിക്ക് നിർബന്ധമൊന്നുമില്ലായിരുന്നു അതിനകത്ത്. ഭക്തിയുടെ എഫക്ട് കൊടുത്തത് പറഞ്ഞ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഗുരുവായൂരമ്പലം പുറത്ത് സ്പേസ് കിട്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യാതെ വിട്ടാൽ ഗുരുവായൂരമ്പലം ഇഷ്ടപ്പെടുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ആസ്വദിച്ചിട്ട്. ഇപ്പം ഭക്തി ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഈ വിശ്വാസം ഇഷ്ടമില്ലാത്തവർക്ക് അത് ബോറാക്കി തോന്നും. പക്ഷെ വിശ്വാസമുള്ളവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ അവരെന്റെ പ്രേക്ഷകരായി, അവരും എന്റെ പ്രേക്ഷകരായി. ഇപ്പം അങ്ങനെ എല്ലാ സൈഡിലും കുറച്ച് ഭക്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കുറച്ച് വയസ്സായ ആൾക്കാർ, കുറച്ച് മിഡിൽ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ മിഡിൽ ഏജിലുള്ളവർ, കുറച്ച് കുട്ടികൾ, എല്ലാവരെയും കിട്ടാനുള്ള പാക്കേജ് വെച്ചിട്ടാണ് ഈ അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നത്. ഞാൻ അപ്പ് ആൻഡ് ഡൗൺസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എവിടെയൊക്കെയാണ്. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് നമുക്ക് ഡൗൺ ആയ സ്ഥലങ്ങൾ പിള്ളേർക്കൊക്കെ വലുതായിട്ടുണ്ട്. ഇപ്പൊ ടീനേജേഴ്സിന് വർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നും വലിയവർക്ക് വർക്കായിട്ടില്ല. ഇപ്പൊ ഞാൻ ജോമോന്റെ സീക്വൻസ് ഒന്നും വലിയ ഒരു 50 വയസ്സിന് മേലുള്ളവർക്കൊന്നും കിട്ടിയൊന്നും എനിക്കറിയില്ല. പക്ഷേ പിക്കപ്പ് ലൈൻ അത് മനസ്സിലായിട്ടില്ല അവർക്ക്. പക്ഷെ പിള്ളേരവിടെ ആർത്ത് ചിരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പം ഈ ബാലൻസ് കൊടുക്കാനാണ് ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പടത്തിൽ. പ്രത്യേകിച്ച് ഇത്രയും വലിയ എന്റർടൈനേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതെനിക്ക് പേടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ടിക്കറ്റ് കൗണ്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഈവന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ബേസ്ഡ് സിനിമയുടെ കാര്യം പറയുമ്പോൾ ഒരു വൺ ലൈനോ സിനോപ്സിസിൽ ഇത് ഭയങ്കര എളുപ്പമാണ്. സ്ക്രീൻ പ്ലേയിൽ എക്സിക്യൂഷനിലാണല്ലോ ഇതിൽ ഈ ബാക്ക് ടു ബാക്ക് ഈവെന്റ്സ് വേണം, കെയോസ് വേണം, ആളുകളെ എന്റർടൈൻ ചെയ്യണം. ഈ പറഞ്ഞ ഹൈ എവിടെയും ലോ ആയി പോകാതെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മുത്തുകവ് മുതലുള്ള ഈ ഒരു ജേർണിയിലെ എക്സിക്യൂട്ട് ചെയ്യണതിലെ ഏറ്റവും സങ്കീർണമായ സിനിമ ഇതായിരിക്കും. എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റിലെ സെറ്റ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ടെക്നിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി എനിക്ക് തന്നെയാണ് പാട്. ഞാൻ എന്റെ സെറ്റ് വർക്കോ എന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് സാധനം എനിക്കൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. അതെനിക്കൊരു രസമുള്ള അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സാധനം എക്സ്പ്ലോർ ചെയ്യുന്ന ഫീലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഈ ഓരോ സീനിലും കോമഡി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സീനും വർക്കാക്കണം, ഇല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ ഇതൊരു വീട്ടിനകത്ത് തുടങ്ങുന്ന കഥയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തൊക്കെ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മത്സരിക്കുന്ന ആവേശത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ
വലിയ വലിയ പടങ്ങളോട് മത്സരിക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കൺസേൺ, എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഇതൊരു ഹോളിനകത്ത് ആ ഹോൾ സാധാരണ ഒരു ഹോളാണ്, അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനകത്ത് വലിയ ക്യാമറ ആംഗിൾസ് വയ്ക്കാൻ പറ്റില്ല, വലിയ ക്യാമറമാനെ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, ഒരു വലിയ ആർട്ട് സെറ്റ് കാണിക്കാൻ പറ്റില്ല. അവിടെ ഒരു ക്ലൈമാക്സിൽ വരുന്നവരെ എനിക്ക് സിനിമ പിടിച്ചു നിർത്തണമെങ്കിൽ നോർമൽ ഷോട്ട്സിലേ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വിഷ്വൽ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് എപ്പോഴും കൊണ്ടുവന്നില്ല. അപ്പൊ അതിൻ്റെതായ ടെൻഷനും ഒരു ബുദ്ധിമുട്ടും ഹാർഡ് വർക്കൊക്കെ നടത്തേണ്ടി വന്നു. അതൊരു ഹെക്ടിക് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ക്ലൈമാക്സ് വരുമ്പോൾ ഇതിനകത്ത് എനിക്ക് കുഴപ്പമില്ല, അതൊരു വർക്കിന്റെ ഭാഗമായിട്ടുള്ളൂ. പക്ഷെ ഇത് ഒരു മുദ്ദൂരോ ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര ജയിലോ ഇല്ലാത്തൊരു പ്രഷർ അവിടെയായിരുന്നു. ഈ ബഡ്ജറ്റ് ഞാൻ ഈ വീട്ടിൽ നിന്നാണ് റിക്കവർ ചെയ്യുന്നത്. അപ്പൊ അത് ആഫ്റ്റർ ഓൾ ഇതൊരു ഫാമിലി മൂവിയാണ്. അപ്പൊ അത് ടാസ്ക് അതായിരുന്നു. അപ്പൊ നമ്മൾ പുറത്തു നടക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഏരിയ എനിക്ക് അവിടെയായിരുന്നു. ആദ്യത്തെ 1.5 മണിക്കൂർ നമ്മൾ ഇവരെ എങ്ങനെ പിടിച്ചെടുത്തും എന്നുള്ള സാധനത്തിലായിരുന്നു എന്റെ പേടി. ക്ലൈമാക്സ് എനിക്ക് സേഫ് ആണ്, അത് ഞാൻ പിടിച്ചോളാം, അല്ലെങ്കിൽ അതിന് ആളുകൾ ഈ കെട്ടുകാഴ്ചകളിലും അമ്പലത്തിലും ബഹളത്തിലും ഫൈറ്റിലും ഒക്കെ പിടിച്ചു നിർത്താം, എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ണിൽ പൊടിയിടാം എന്നുള്ളതാണ്. പക്ഷെ ആ 1.5 മണിക്കൂർ പിടിക്കുക എന്നുള്ളതിൽ എവിടെയൊക്കെ എനിക്ക് പാളിപ്പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും മാക്സിമം ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. റിസൾട്ട് ഉറപ്പായിട്ട് ആളുകൾ റിസീവ് ചെയ്യുന്നുണ്ടല്ലോ സിനിമയെ. ഈ പൃഥ്വി നേരത്തെ സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിപിൻ ഒരു ടെക്നീഷ്യൻ കൂടി ആയതുകൊണ്ടും ഈ നറേറ്റ് ചെയ്യുന്നതിൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്കോർ ആയിരിക്കും വരുന്നത്, ഇതിന്റെ റിയാക്ഷൻ ഇതായിരിക്കും, ഇവിടെ നമ്മൾ RR ഇങ്ങനെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എഡിറ്റേഴ്സ് POV നറേറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, സീനുകൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഇതെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിലാവട്ടെ ജയ് ആവട്ടെ ഗുരുവായൂരിലാവട്ടെ ഈ പാരലൽ നരേഷൻ വരുന്നുണ്ടല്ലോ കട്ട്സിലൂടെ. എഡിറ്റിൽ അത്ര ഒരു പരിപാടി പിടിക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന ആളുകളെ എൻഗേജ് ആക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ടൂളാണ്. എന്നാൽ ബുദ്ധിമുട്ടുകളുണ്ട്, കാരണം ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ആവണം. അനാവശ്യമായിട്ടുള്ള കട്ട്സ് നമുക്ക് അവിടെ കയറ്റാനും പറ്റത്തില്ല. ഈ ടെക്നീഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഗുരുവായൂർ അമ്പലം എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ പേപ്പർ ടു സ്ക്രീനിൽ ഇത് ഫസ്റ്റ് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വിഷ്വലൈസ് ചെയ്തോ അതേ രീതി തന്നെയാണ് ഇതൊരു സ്ക്രീനിൽ വരുന്ന മൂവ്മെന്റിലും. അല്ലല്ല, നമ്മള് ഞാൻ ലാസ്റ്റ് ടർബോയുടെ വയസ്സായ കണ്ടപ്പോൾ പുള്ളി ഇത് വായിച്ചിട്ടുണ്ട്. 4 മണിക്കൂറുണ്ട് സിനിമ കാണാം. ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടാവും കണ്ടിട്ട് അത്ര ഉണ്ടാവും. പക്ഷെ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ 2.5 മണിക്കൂർ ഉള്ളൂ. അപ്പം അല്ല അത് കട്ട് ചെയ്തു. ഞങ്ങൾ ഒരുപാടൊന്നും കട്ട് ചെയ്തിട്ടില്ല, നമ്മൾ കുറെ സാധനം ആഡ് ചെയ്യുന്നു. അപ്പോഴും എന്റെ ഡൗട്ടിൽ എനിക്കത് കൺഫ്യൂസ് ചെയ്യല്ല. അപ്പൊ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ഇതിനെല്ലാം കട്ട് ചെയ്ത് പാരലൽ കട്ട് ചെയ്തും മറ്റേ സ്പ്ലിറ്റ് സ്ക്രീനിൽ കൊണ്ട് കയറ്റുകയാണ്. അപ്പൊ അതുകൊണ്ട് പടം ഭയങ്കര ടൈറ്റ് ആയെന്ന് പറയുന്നത്. അപ്പൊ അത് സിനിമയുടെ സ്പീഡിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് എൻ്റെ ഒരു ആങ്സൈറ്റി ആയിരിക്കാം, എൻ്റെ സ്വഭാവമാണ് ഈ സ്പീഡ്. എനിക്ക് ആ ജയിലുണ്ട് ആ സ്പീഡ്. അത് എനിക്ക് റീല് കാണുന്ന പോലെ ആളുകൾ സിനിമ കാണണം എന്നുള്ളതാണ് എപ്പോഴും. വെച്ചാൽ അതിന് ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ 20 മിനിറ്റോളം അങ്ങനെയാണ് പടം പോകുന്നത്. 2 സിനിമയിലാണ് ഒരേ പാറ്റേൺ ആണ്. ഓരോ സീനിൽ നിന്ന് ജമ്പ് ചെയ്ത് പോകുന്ന അറിയുന്നില്ല. കഥ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ആ വേൾഡിലോട്ട് കണ്ടെത്തിക്കുന്ന സ്പേസ് ഉണ്ട്. അതുവരെ നമ്മൾ ആ സ്പീഡുണ്ട്. അതിലോട്ട് നമ്മൾ എത്തിക്കാനുള്ള ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് ഞാൻ ഉപയോഗിച്ചുള്ളൂ. ബാക്കിയൊക്കെ സിനിമയുടെ ഫ്ലോയ്ക്ക് അനുസരിച്ചേ പോയിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. ആ 20 മിനിറ്റിൽ ഞാൻ ഇതെല്ലാം ഒരു കട്ട്സിലും പലരും പല രീതിയിൽ സംസാരിക്കുന്നു, പല ആ കല്യാണത്തോട് ഡിസ്കസ് ചെയ്ത് കൊണ്ടെത്തിക്കുന്ന ഒരു സാധനത്തിലോട്ട് എത്തിച്ചു. ഇത് ശരിക്കും ഒരു സീൻ കഴിഞ്ഞ് ഒരു വലിയ സീൻ കഴിഞ്ഞ് പിന്നെ ഒരു സീൻ ഇതൊരു 40 മിനിറ്റ് സംഭവിക്കേണ്ട കാര്യം ഞാൻ ഒരു 15 മിനിറ്റ് തീർത്തത്. 15 മിനിറ്റല്ല 10 മിനിറ്റ് തീർത്തത്. അല്ല, ഇവരുടെ റീഡ് കാണുന്ന പോലെ കാണണം എന്ന് പറയുമ്പോഴും അതിന് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഇവരെ ഫോക്കസ് എത്ര നേരം സ്ക്രീനിൽ പിടിച്ചിട്ട്. അപ്പം ഞാൻ ഇന്നലെ കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നില്ല ആരും ഫോണില്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ജെ കാണുമ്പോഴും ഇത് കാണുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഫോൺ എടുക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. എനിക്ക് എവിടെയൊക്കെ 2 പ്രാവശ്യം ഫോൺ എടുത്തു, പക്ഷെ അത് എടുത്ത സ്ഥലങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അത് എടുക്കും. പക്ഷെ അത് അവിടെയും 2 പേരൊക്കെ എടുത്തുള്ളൂ. ഈ ഇത്രയും ആൾക്കാർ 2 പേര് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട്. ഞാൻ നോക്കിയിരിക്കുന്നുണ്ട്, ഓഫ് ചെയ്യുന്നല്ല, ഒന്നും ചെയ്തില്ല. അപ്പം ഇത് പരിപാടി വർക്കാവുന്നു. അവർക്ക് ഈ നോക്കുന്ന സമയത്ത് എന്തൊക്കെ മിസ്സാവുന്ന അവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ മ്യൂസിക്കിലൊക്കെ ഹൈ ആക്കിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഹൈ ആകുമ്പോൾ ഇവർ പെട്ടെന്ന് അവിടെ നടക്കുന്നുണ്ടാവും. ഈ സിനിമയുടെ എൻ്റെ അറ്റംപ്റ്റിൽ എനിക്കൊന്ന് ഏറ്റവും ഇംപ്രസീവ് ആയി തോന്നിയത് ഈ ക്ലൈമാക്സ് പോർഷൻ തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞത് 24 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്, 1500-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നു. ഇതിന്റെ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് ഗുരുവായൂർ അമ്പലത്തിൽ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഉറപ്പായിട്ടും ഇതിന്റെ പല രീതിയിലുള്ള അന്വേഷണം നടന്നല്ലോ, എങ്ങനെ പോസിബിൾ ആക്കാം, എങ്ങനെ ചെയ്യാം. ഇതിനെല്ലാം ശേഷം ഈ ലാസ്റ്റ് ഇവർ 24 ഡേയ്സ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ലൊക്കേഷന് മുമ്പ് ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് നിൽക്കുകയാണ്. നമ്മളീ പറയുന്ന പോലെ പണ്ട് ഇപ്പോൾ ശശിയേട്ടൻ്റെ പടത്തിലോ ജോഷി സാറിന്റെ പടത്തിലോ ഇത്ര ആളുകൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ പ്ലേ ബാക്ക് പോലും ഇല്ല. ആ ടൈമിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്ത കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു വലിയ ക്രൗഡ് വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്നത് അത് ആക്ച്വലി
ഒരു ഡയറക്ടർക്ക് പുതിയ എക്സ്പീരിയൻസ് ആണ്. അതിനപ്പുറം അതിൽ എത്രമാത്രം ചലഞ്ച് ഉണ്ട്? ബേസിക്കലി നമ്മൾ ഒരു എക്സാം നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ അത് ഈസിയാണ്. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്ത് അത്രയും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനിത് ഭയങ്കര തറവായിരുന്നു. എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ എനിക്കില്ല, എൻ്റെ ഡയറക്ഷൻ ടീമിനില്ല. അപ്പൊ അത് ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും ഭയങ്കര കോൺഫിഡൻറ്റ്, ലൂസിഫർ വാടാ നമ്മൾ ആ മൂടാണ്, നമുക്ക് തീർക്കാം. പക്ഷെ അന്ന് രാവിലെ നമ്മൾ ത്രില്ലിലാണ് പോകുന്നത്, ഇടിച്ചിടുന്നുള്ള മൂടാണ്. അപ്പോഴേ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ മറ്റേ യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്, നമ്മൾ നടക്കപ്പോകുന്ന യുദ്ധം, ഇത് കൊന്നിട്ടേ വരുള്ളൂ എന്നുള്ള ആ മൂടാണ് എൻ്റെ ഡയറക്ഷൻ ടീമിന് മൊത്തം ഉള്ളത്. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആര് പറയുന്നതും കേൾക്കേണ്ടതില്ല, ഞാൻ പറയുന്നത് മാത്രമേ കേട്ടാൽ. ഒരാളിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞാലോ ആർട്ടിസ്റ്റോ ആർട്ടിസ്റ്റോ ഒന്നും പറഞ്ഞാൽ കേൾക്കരുത്, ചെവി കേൾക്കാനേ പാടില്ല. നമ്മൾ ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹെഡ്ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം മാത്രമേ ഡയറക്ഷൻ ടീമും ക്യാമറ ടീമും ആർട്ട് ടീമും കേൾക്കാവും. അത് എൻ്റെ അവിടുന്ന് ഞാൻ വയർലെസ് കൊടുക്കുന്ന സാധനം, ഈ മൈക്ക് പോലും ഇല്ലേ, ഞാൻ മൈക്കിൽ സംസാരിക്കുന്നില്ല. അപ്പം ആ ഒരു യുദ്ധ ഫീല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കമാൻഡിങ് എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കമാൻഡേഴ്സ് ആണ്. അപ്പം ഇവരിങ്ങനെ ഇടിച്ചാണ് നിൽക്കുന്നത്. നമ്മൾ സാധനം പറയുമ്പോൾ ഇവർക്ക് ഇത് കൊണ്ടുവരാൻ ഇവരുടെ ത്രില്ലുണ്ട്, ലേഡീസിന്റെയും ക്യാമറ ടീമിന്റെയും അല്ലെങ്കിൽ ആർട്ട് ടീമിന്റെ ഒരു ത്രില്ലുണ്ട്. അപ്പൊ അവരൊരു എനിക്ക് വെൽ പ്രിപ്പയർഡ് ആക്കി നമ്മൾ. അത് ആ ഒരു എനിക്ക് ആ ഒരു 2-3 ആഴ്ചത്തെ ഒരു പ്രീ പ്രൊഡക്ഷനായി നമ്മൾ. ആ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ ഗുരുവായൂരമ്പലം സെറ്റ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ നിൽക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പം ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന അറിയില്ല, ഒരു ഓൾമോസ്റ്റ് 40 മിനിറ്റ് സീനുണ്ട്. അപ്പം നമ്മൾ ആ സമയത്തെല്ലാം സ്റ്റക്കാണ്. അപ്പം ഞാൻ ഓരോ ദിവസം വരും, ലൊക്കേഷൻ നോക്കും, ഇവരും നോക്കും, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എവിടെ തുടങ്ങണം, ഏത് സീനിൽ തുടങ്ങണം, എങ്ങോട്ട് ഷോട്ട് എടുക്കണം, ഇത് ആരൊക്കെ എപ്പോൾ വരും, ആരുടെ ഡേറ്റ് ഒന്നും ക്ലാരിറ്റി ഇല്ല, കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് ഉണ്ട് ഈ ഷെഡ്യൂൾ പ്രകാരമുള്ള. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് നമ്മൾ ഒരു ഐഡിയ ഞാൻ വെച്ചത്, നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ 9 ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഈ ക്ലൈമാക്സ് ഈ സെറ്റിനകത്ത് 9 ലൊക്കേഷൻ മാർക്ക് ചെയ്തു. 9 ABCD എന്നുള്ള 9 പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്തു. 9 ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ A, ലൊക്കേഷൻ B, ലൊക്കേഷൻ C എന്ന് പറഞ്ഞാൽ ക്യാമറ ടീമിനും ഡയറക്ഷൻ ടീമിനും വ്യക്തമായിട്ട് അറിയാം ലൊക്കേഷൻ ഏതാണ്. ഇത് ആർട്ട് ടീമിനും കുറച്ച് പേർക്ക് അറിയാം. അപ്പം ലൊക്കേഷൻ സി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുന്ന് തിരിഞ്ഞാൽ ലൊക്കേഷൻ സി ആണിത് നമുക്കറിയാം. പക്ഷെ അപ്പൊ അത് ഭയങ്കര അത് നമ്മൾ റൂട്ടഡ് ആക്കി ഭയങ്കര ബേസിൽ കളിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഏരിയ അപ്പൊ നമുക്ക് പിന്നെ ഇതിനകത്ത് ലൊക്കേഷൻസ് ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ക്ലാരിറ്റി ആണ്. നമ്മളൊരു ഒരു മദർ ബോർഡിനകത്ത് ചിപ്സ് കാണുന്ന ഫീൽ ഉണ്ടായി. അപ്പൊ നമുക്ക് എന്നാ മറ്റേ മെട്രിക് സിനിമയിൽ നമ്പേഴ്സ് കാണുന്ന ഫീൽ എല്ലാവർക്കും അത് കാണാൻ പറ്റുന്നുണ്ട്. ലൊക്കേഷൻ സി എന്ന് പറഞ്ഞാൽ അവിടെ ആളുകളല്ല കാണുന്നത്, ആ ലൊക്കേഷൻ എല്ലാവരും കാണുന്നത്, അവിടെ നിന്ന് അതിന്റെ സറൗണ്ടിങ്ങിലാണ് കളിക്കുന്നത്. അപ്പം അങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മളാ പാട്ടുണ്ടല്ലോ കൃഷ്ണ സോങ്ങും അവിടെ പ്ലേസ് ചെയ്തു. ആ പ്ലേസ്മെന്റിൽ ഈ 8 ലൊക്കേഷനിലും വന്നു. 9 ലൊക്കേഷൻ കാണിക്കണം. അപ്പം ഈ 9 ലക്ഷം ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഓരോ ഷോട്ട് വെച്ചിട്ട് എടുക്കുക. 1-2 ഷോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ബേസിലിന് മൊത്തം ഒരു ദിവസമായിരിക്കും എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുഞ്ഞുണ്ണിയുടെ ക്യാരക്ടർ ഒന്ന് ഒരു ദിവസം എടുത്തിരിക്കുന്നത്, അമ്മാമ്മരെ വേറെ ഏതൊരു ദിവസം എടുത്തിട്ടുണ്ട്, യോഗി മോഹന്റെ ഏറ്റവും ലാസ്റ്റ് എടുത്തിട്ടുണ്ട്, യോഗമോന്റെ വേറെ ദിവസം, രാജുവിന് അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം. അപ്പം 17 ദിവസം കൊണ്ട് അത് തീർന്നത്. ഓരോ ദിവസം ഓരോ ഷോട്ട് വെച്ചിട്ട്. അപ്പം അപ്പോഴും ലൊക്കേഷൻ സീലാണ് എടുക്കുന്നത്. ക്യാമറ സീലാണോ ആർട്ടിസ്റ്റ് സീലാണോ എന്ന് മാത്രം ചോദിച്ചാൽ എന്ന് പറയുന്ന സാധനത്തിലോട്ട് നമ്മൾ ഭയങ്കര ടെക്നിക്കലായി അവിടെ. അപ്പം കട്ട്സ് ഒക്കെ കറക്റ്റായി. ഇവിടുന്ന് കട്ട് ചെയ്ത് അവിടെ പോയാൽ ആ ലൊക്കേഷനാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ലൊക്കേഷൻ കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പം അത് ഭയങ്കര വർക്കായി. പിന്നീട് അതിൽ പിന്നെ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിലും ഹെൽപ്പ് ചെയ്യുന്ന ശരിക്കും എഡിറ്റേഴ്സ്. അപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ യോഗി ഭവൻ ബേസിൽ സംസാരിക്കുന്ന സീനില് യോഗി ഭവൻ ബേസിലെ കൗണ്ടർ എടുത്തു, യോഗി ഭവൻ എടുത്തിട്ടില്ല. യോഗി ഭവൻ അവിടെ ഇല്ലെന്ന്. പിന്നെ അത് ഏതോ ദിവസം യോഗി ഭവൻ 5 ദിവസം 6 ദിവസം ക്ലൈമാക്സ് ഉള്ളത്. ആ 6 ദിവസം മൊത്തം യോഗി ഭവൻ ഷോട്ട്സ് എടുക്കുന്നത്. അപ്പം യോഗി ഭവന്റെ എല്ലാ സീനിനും ബാക്കിയുണ്ട്, യോഗി ഭവന്റെ മാത്രം എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ എടുക്കുന്നത് ഈ വരുന്ന 6 ദിവസമാണ്. അത് 6 വെച്ചാൽ ഒരു 3 ദിവസം വന്നു, പിന്നെ എപ്പോഴും പോയി, പിന്നെ ഒരു 3 ദിവസം വന്നു, പിന്നെ ഒരു ദിവസം 7 ദിവസം, അങ്ങനെ ഒരു 7 ദിവസം കിട്ടിയത് ഈ 22 ദിവസത്തിനകത്ത്. അപ്പൊ അത് ഫുൾ മുറി ഒരു സീൻ പോലും നമുക്ക് കംപ്ലീറ്റ് അല്ല. 20 ദിവസം ആയപ്പോഴും ഒറ്റ സീൻ കംപ്ലീറ്റ് അല്ല. പിന്നുള്ള 2 ദിവസം കൊണ്ട് സീൻ കംപ്ലീറ്റ് ആകും. എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് സെറ്റ് എല്ലാം ഇത് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് ഇങ്ങനെ എന്തായാലും ബാക്കിയുണ്ടോ പക്ഷെ ഭാഗ്യത്തിന് ഒന്നും ബാക്കിയുണ്ടായില്ല. എല്ലാം ആവശ്യത്തിലുള്ള എല്ലാം നമ്മൾ എടുത്തു ലോക്ക് ചെയ്തു. അപ്പൊ എന്നിട്ടും രാജു പറയും നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം, വേണമെങ്കിൽ ഫുൾ ക്രൂവിനെ വിളിച്ചിട്ട് ഒന്നുകൂടെ എടുക്കാൻ. നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്പോഴാണ് കണ്ടത്. അവസാനത്തെ 2 ദിവസം എഡിറ്റ് ചെയ്ത് കാണും, സ്പോട്ട് കാണും. സ്പോട്ടിനെ കൊണ്ട് വലിയ ഉപയോഗമില്ല. 3 ക്യാമറ ഉണ്ട്, പ്ലസ് അത്ര ക്യാപ്ചർ ചെയ്യുന്ന ഒരു സമയം എടുക്കും. 2 എല്ലാ സീനും കംപ്ലീറ്റ് അല്ല. അപ്പൊ അങ്ങനൊരു പ്ലേ അതിനകത്ത് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ ഈ ജൂനിയറിനെ കുറിച്ചോ ജൂനിയേഴ്സിനെ കുറിച്ചോ ചിന്തിക്കുന്നില്ല. നമ്മള് ടെക്നിക്കലായിട്ട് ചിന്തിച്ചു എല്ലാവരും. അപ്പൊ അത് എന്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ക്യാമറ ടീമാണെങ്കിലും അതിൽ ഭയങ്കര
ആ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ കോഡ് ഭാഷയിൽ അവർക്ക് കിട്ടും. ക്യാമറമാൻ അങ്ങനെ ജിപ്പിൽ മറ്റേ GFM-ലേക്ക് അങ്ങ് ദൂരെ ഇരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ അടിച്ചാൽ അവർ മനസ്സിലാവും ഏത് ഷോട്ട് ഏത് ലെൻസ് എന്ന് പറയാൻ മനസ്സിലാവും. തിരിച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് കാണിക്കും, ഇത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇങ്ങോട്ട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവും. വേറെ ഒന്നും വേണ്ട. അപ്പൊ അത്രയും ഒന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കൈ കാണിച്ചാൽ തന്നെ ഫുൾ ഡയറക്ഷൻ ടീമിനും ക്യാമറയുടെ അസിസ്റ്റൻസിനും എല്ലാവർക്കും, ഈവൻ ഗാഫറിന് പോലും ലാലേട്ടന് പോലും മനസ്സിലാവും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്. തറവാണ്. അത്രയും എല്ലാവരും ആ സമയത്ത് ഇൻവോൾവ്ഡ് ആണ്. ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഡിവിഷൻ പക്ക അത്രയും ചെയ്യില്ല, ഒരു മിനിമം സാധനം ചെയ്യുമ്പോഴും ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര ക്ലാരിറ്റി ഈ ടീമിനുണ്ടായത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. നല്ല ടീമായി എനിക്ക്. ഇത്രയും ഈ പറഞ്ഞ ടെക്നിക്കലി ഇത്രയും എഫേർട്ട് ഇടുന്നു, വലിയൊരു സിനിമ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞ ഈ ഗുരുവായൂർ അമ്പലനടയുടെ റിലീസിന്റെ തലേ ദിവസവും ഇന്നിപ്പോ ഇരിക്കുന്ന ഈ 4ാം ദിവസവും എങ്ങനെയാണ് ഈ 2 മൊമെന്റ്സ്? നല്ല ടെൻഷൻ. ഒന്ന് എനിക്ക് ഈ ബഡ്ജറ്റുള്ള വലിയൊരു പടത്തിന്റെ പ്രശ്നം, 2 കഥയില്ലായ്മയുടെ പ്രശ്നം ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഡെപ്തുള്ള ക്യാരക്ടറില്ല, ഡെപ്തുള്ള ഒരു ആഴത്തുള്ള ഒരു കഥയില്ല. പിന്നെ സിനിമയുടേതായ ഫ്ലോ ലെസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നെഗറ്റീവ് സ്പേസസും ഉണ്ട് സിനിമയിൽ. അപ്പൊ അതൊക്കെ സിനിമയെ ബാധിക്കും. ഒരു സീൻ താഴെ പോയാൽ എനിക്ക് ടെൻഷനാണ്. ഒരു സീൻ പോയാൽ ആള് താഴോട്ട് പോകുന്നൊരു പേടിയാണ്. അപ്പം എനിക്കൊരു റീല് തന്നെ താഴെ പോയെന്നൊരു ഡൗട്ടുണ്ട് എവിടെയൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ അതൊക്കെ ആളുകൾ മറന്നുപോയി. അവർക്ക് ആളുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടിയെന്ന് തോന്നിയോണ്ടായിരിക്കും ആൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലനടയുടെ തലേദിവസം പറഞ്ഞ പോലെ ജയ്ക്ക് അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. വിപിൻ വാസ് ഇത് അടിക്കും, എനിക്കറിയാം, എന്റെ പടമാണ്, ഇത് ഉണ്ടായിരുന്നു. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ ഒരു മാറ്റം ഉണ്ടല്ലോ ഒരു മേക്കറിൽ വരുന്നത്. ഇനിയിപ്പോ ഈ ഗുരുവായൂർ അമ്പലനടയ്ക്ക് ഈ പറഞ്ഞ ഇങ്ങനത്തെ റെസ്പോൺസ് ഒന്നും അല്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് വിപിൻ എന്തായിരിക്കും? എന്തായാലും ഇങ്ങനത്തെ ഒരു സിനിമ ലൈഫ് ട്രൈ ചെയ്യില്ല. നമുക്ക് എനിക്ക് എപ്പോഴും കോമഡി പറയുന്ന അല്ലെങ്കിൽ സ്ലാപ്സ്റ്റിക് ആയിട്ട് സിനിമ ചെയ്യുന്ന ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒക്കെ വരുമായിരുന്നു. പക്ഷെ പാളിയിരുന്നെങ്കിൽ അതോടെ എല്ലാം തീർന്നിട്ട് എനിക്ക് എന്നെക്കാൾ നഷ്ടം എന്താ പറയാ, ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകുന്നു കൂടെ ഞാൻ വിചാരിച്ചു. ഞാൻ അങ്ങനെ പറയുന്നു സമാധാനിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വൈഫിനോട് അല്ലെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഈ പടം പാളിയ എനിക്കല്ല നാട്ടുകാർക്ക് നഷ്ടം, നാട്ടുകാർക്ക് എന്ന് പറയുന്ന സമാധാനിക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്നൊരു സ്ഥലത്തോട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ റെഫറൻസുകള് സിനിമയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ അഴകിയലയിലാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ണാന്തുമ്പി ആവട്ടെ, പിന്നെ സിനിമകളിലെ ഡയലോഗ് റെഫറൻസുകള്, ഇതെല്ലാം ശരിക്കും ഈ ഓഡിയൻസിന് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ്. കയറ്റിറക്കങ്ങൾ അതിനെല്ലാത്തിനും വേണ്ടി പ്ലേസ് ചെയ്യുന്നതാണ്. അതിൽ ആക്ച്വലി ഡയറക്ടർക്ക് ഒരു എളുപ്പപ്പണിയുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഫസ്റ്റ് പടം മുതൽ ഇത് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇതിൽ ഞാൻ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചാണ്. യുവിന്റെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ചെയ്യേണ്ട ആവശ്യം. പക്ഷെ ഞാൻ ചില സീനുകൾ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് എക്സൈറ്റഡ് ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ സാധനം വെച്ച് പോകും, പാട്ട് വെച്ച് പോകും, ഇട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് ആസ്വദിക്കും ആദ്യം. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് ഞാൻ അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണിക്കും, ബേസിലിനെ ഇപ്പൊ രാജുവിനെ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അടുത്ത പ്രശ്നം മ്യൂസിക് സെഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവരിത് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പാടും. എന്തായാലും നമ്മൾ പഴകിലേക്ക് വരുമ്പോൾ ഒരു പാട്ട് റീപ്ലേസ് ചെയ്ത് തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് അവർ സ്റ്റക്ക് ആവും. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, ഇനി എന്തുകൊണ്ടൊന്നും സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങിക്കാനുള്ള ശ്രമം തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു കറക്റ്റ് ഒരു ട്രെൻഡും കൂടെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ കൺമണി അൻബോർഡ് ആവട്ടെ, അല്ലെങ്കിൽ ലോക്കേഷ് യൂസ് ചെയ്യുന്ന സ്ഥിരം മുന്നേ ഉണ്ട്. ഇപ്പൊ അന്താക്ഷരി അങ്ങനെ സ്ഥലമുണ്ട്, അപ്പൊ ഞാനത് ഇതിന്റെ ആളാണ്. അത് പൃഥ്വിനെ പറയുന്നത് ഭയങ്കര മ്യൂസിക് ടേസ്റ്റ് ഉള്ള. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് സെറ്റിലും ഫുൾ ടൈം പാട്ടാണ്. എന്റെ സ്പീക്കർ അവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കും. എന്നെ കാണണമെങ്കിൽ എവിടെ നിന്ന് പാട്ട് കേൾക്കണം കേട്ടാൽ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും പാട്ട്, ഫുൾ ടൈം പാട്ട് കേട്ടോണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്റെ എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും പാട്ടിൽ വന്നോണ്ടിരിക്കും. അപ്പം അത് ഇനി യൂസ് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ തുടങ്ങിയത്. പക്ഷെ എനിക്ക് അത് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത എന്തായാലും 90% അല്ല 100% യൂസ് ചെയ്തിരിക്കണം. ഇപ്പൊ ഈ മലയാളത്തിൽ തന്നെ നമുക്ക് ഈ ലാർജ് സ്കെയിൽ കോമഡി മൂവീസ് റെഫറൻസുകൾ ഒരുപാട് നമുക്ക് എടുക്കാനുണ്ടാവുമായിരിക്കും. അങ്ങനെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദർ, തെങ്കാശിപ്പടക്കം എല്ലാവരും എപ്പോഴും പറയുന്ന എക്സാമ്പിളുകളാണ്. ഇപ്പോ ഗുരുവായൂർ ചെയ്യുന്ന സമയത്ത് മുൻമാതൃകൾക്ക് വേണമെങ്കിൽ അവിടെ സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു, ഇതിൽ സ്ലാപ്സ്റ്റിക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇവൻ ഓവർ ദി ടോപ്പ് ആണ്, ലോജിക് ഇല്ലായ്മയുണ്ട്. ഇങ്ങനൊരു സിനിമ ചെയ്യുന്നു, ചെയ്യാൻ തീരുമാനം എടുക്കുന്നു, അതിനൊരു ഫോർമുല സെറ്റ് ചെയ്യുന്നു, സീൻ എല്ലാം സെറ്റ് ചെയ്ത് ഇത് ഇറക്കുന്ന സമയത്തേക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ യാത്രയുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ജേർണിയില് ഇത് വർക്കാകുമോ, അല്ലെ ആളുകൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് സിനിമ ഇറങ്ങുന്ന 1 മാസം പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സ്റ്റേജില് ഞാനിങ്ങനെ
കാണുമ്പോൾ ഇത് വർക്കാവും പേടിയായി വിളിച്ച് കാണിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലെന്നുള്ളൂ എന്നുള്ള അങ്ങനെ അങ്ങനെ അവരെല്ലാം ജഡ്ജ് ചെയ്ത് ടെൻഷനിലോടായിരിക്കും കാണുന്നത്. അപ്പാണ് ഈ ലാസ്റ്റത്തെ ഒരാഴ്ച ഭീകര ടെൻഷൻ ആയത്. കണ്ടവരൊക്കെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയ ഇത് അത്രയും പേർക്ക് പറയും ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ആവശ്യമുണ്ടോ, ഇത് ഇത്രയും വലിയ റിസ്ക് ആയി പോയില്ലേ ഇതിനെ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നപ്പോ ആണ് ഞാൻ കൺഫ്യൂസ്ഡ്. അതുവരെ എനിക്ക് ഞാൻ ഇതിന്റെ ഫുൾ ഫ്ലോ, നിങ്ങൾ ഇപ്പൊ സിനിമ കാണുന്ന ഫ്ലോയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോഡ് ഫാദർ റെഫറൻസ് ക്ലൈമാക്സിലെ ഫൈറ്റ്, പല സീനുകളും ശ്രദ്ധിക്കാത്ത സീനുകൾ വരെ. ഇപ്പൊ നമ്മള് തെങ്ങാശുപത്രിയില് പട്ടണത്തില് ദിലീപ് തലയിൽ കുടം വെച്ചിട്ടുള്ളതിന്റെ ഒരു വേറെ വർഷമാണ് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് ബേസിൽ കൊണ്ട് ചെയ്യിച്ചത്. ഹെൽമെറ്റ് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നത് ആ കുടം എടുത്ത് മാറ്റുന്ന ഫീൽ തന്നെയാണ്. നമ്മൾ കണ്ട് ശീലിച്ച സിനിമകളിൽ നിന്ന് എടുത്തതിനാണ് ഇതൊക്കെ. ഞാൻ പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ നിന്ന് ഞാൻ എടുത്ത സാധനങ്ങൾ തന്നെയാണ്. വേറെ രീതിയിൽ വേറെ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ജോമോനെ ഞാൻ ഇതിനകത്ത് ഇട്ടത്. ജോമോൻ ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ജോമോൻ അങ്ങനത്തെ ഒരു കാലിബറുള്ള ഒരാളാണ്. ഞാൻ സലീംമാർ തെങ്കാശിപ്പട്ടണത്തില് ഇപ്പം CID മൂസയിലൊക്കെ വരുന്ന പോലെ ഇരിക്കണം. അതായത് ഇയാൾ എന്തിനു പറഞ്ഞത് ആർക്കും അറിയില്ല, ഇയാൾ വരികയാണ് ചുമ്മാ കൊണ്ട്. എന്നാൽ ഇയാളില്ലെങ്കിൽ സിനിമ ഡെഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് തോന്നൽ പറഞ്ഞു എന്നാണ് ഞാൻ നമ്മുടെ ജോമോനെ കയറ്റി വിടുന്നത്. അപ്പം സലീംകുമാർ വർക്കാവുന്നത് പോലെ ഒരു മോഡേൺ ഡേയില് ഒരു ക്യാരക്ടർ വരികയാണ് എന്നുള്ള സാധനത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അന്ന് എനിക്കറിയില്ല സലീംകുമാർ എന്നുള്ള നടൻ ചെയ്യുന്നതിന്റെ ഏഴെഴുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്കിതൊക്കെ റെഫറൻസ് വെച്ചിട്ടാണ്. പപ്പു ചെയ്യുന്നവരെ ജഗദീഷ് ചെയ്യുന്നവരൊക്കെ ഒരാൾ വേണമെന്നുള്ള റെഫറൻസേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിനുള്ള ആൾക്കാരില്ല. ഇപ്പൊ അതിന് 100-1 കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മൾ ഹാപ്പിയാവും, പ്രേക്ഷകർ ഹാപ്പിയാവും. അതാണ് ഇപ്പൊ ജോമോന് കിട്ടുന്ന ഈ അപ്രീസിയേഷന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ജോമോൻ നമ്മളെ ഇറക്കി വിടുകയാണ്. ഈ പക്ഷിരാജനെ ആയി വരുന്ന ഫസ്റ്റ് ഷോട്ട് ഇയാള് നിൽപ്പിൽ ചിരി പൊട്ടുന്നുണ്ടല്ലോ, പിന്നീടാണ് ബാക്കിയുള്ളതെല്ലാം. ഇയാൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ആളുകൾ ചിരിച്ചു തുടങ്ങും. സൈക്കാട്രിസ്റ്റ് ആണ് ഇയാള്. ഇന്നത്തെ കാലത്ത് ഒരു പക്ഷിരാജൻ എന്നുള്ള സാധനം, പക്ഷിശാസ്ത്രം, അതിനകത്ത് കിളിയില്ല, അങ്ങനെ മണ്ടത്തരങ്ങളുടെ ഘോഷങ്ങളുണ്ട്. ഡിലീറ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള സീനാണ്. ഒരാളും ഇന്നത്തെ എന്റെ അടുത്ത് എല്ലാവരും പറയും, ഗ്ലേസിലായാലും രാജു ആയാലും അല്ലെങ്കിൽ കൂടെയുള്ള പലതും പറയും ഇന്നത്തെ കാലത്ത് ഒരാൾ ഈ സീൻ ചെയ്യില്ല. എനിക്കിത് കാണാൻ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ഇറങ്ങി തിരിച്ചു. അപ്പൊ നമ്മൾ അതിന്റെ പീക്ക് കൊടുക്കുകയാണ്. പാളിയാലും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് TV-യിൽ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ പ്ലസ് ഇത് കാണുന്നുള്ള എനിക്ക് ഉറപ്പാണ്. അവിടെ ഞാൻ സേഫ് ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് ഡേ അടിക്കോ ഇല്ല തിയേറ്റർ കളക്ടോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അത് ഭാഗ്യത്തിന് എനിക്കിതിലൊരു സീൻ ഇതെങ്ങാനും പാളി പോവെന്ന് എനിക്ക് ടെൻഷൻ അടിച്ച സീൻ ഈ ജോമോനി ഗ്യാസും കൊണ്ടുവരുന്ന സീനാണ്. ഈ വരവൊക്കെ ഗോഡ് ഫാദർ റെഫറൻസ് നമ്മളെല്ലാവരും ഹാപ്പിയാണ് ചിരിച്ചിരിക്കുന്നത്. ഇതകത്ത് കയറി പുള്ളി എന്ത് ചെയ്യും, ഇത് വർക്ക് അത് ഞാൻ ഭയങ്കര പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ കാണുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് വർക്കായില്ലെങ്കിൽ ഇത് ഡൗൺ ആവോ, എന്ത് ചെയ്യും? നിങ്ങളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു പരിപാടി ഞാൻ ഷൂട്ട് ചെയ്യുന്നിടത്ത് ഇവന്റെ അടുത്ത് വരുന്ന സമയത്ത് അതാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. നമ്മള് ജോമോന്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്, രണ്ടാമത്തെ ഹോസ്പിറ്റൽ ഷൂട്ട് ചെയ്യുന്നതാണ്. ജോമനെ ഇവിടെ ഒന്ന് എല്ലാരും വിറപ്പിക്കണം, എല്ലാരും പേടിപ്പിക്കണം, നീ എല്ലാരും കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തണം. പക്ഷെ ആൾക്ക് ചിരി വന്നോളൂ. നീ ഭയങ്കര സീരിയസ് ആയിട്ട് നീ ഒരു രീതിയിൽ അത് കോമഡി ആക്കരുത്, ടെൻഷൻ കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പം കോമഡി ആക്കുക ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പം അവൻ വന്ന് കയറി അകത്ത് കയറുന്നതാണ് ആദ്യം എടുക്കുന്നത്, നടന്നു വരുന്നതൊക്കെ പിന്നെ എടുക്കുന്നത്. അപ്പൊ ആ വന്ന് കയറി ഫ്ലോയിൽ ബഹളം വെക്കുന്നതും ബേസിൽ വരുന്നതൊക്കെ എടുക്കുമ്പോൾ ബേസിൽ ചിരിക്കുന്നുണ്ട്. അതിനകത്ത് ആ ഷോട്ടിൽ പലപ്പോഴും ബേസിൽ പുറത്തോട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ പുറത്തോട്ട് പോയിട്ട് തല പുറത്തോട്ട് ചിരിച്ചിട്ടാണ് അകത്തോട്ട് വരുന്നത്. ചിരി കാണാം, വ്യക്തമായിട്ട് ഷോട്ടിൽ കാണാം. ഫസ്റ്റ് കട്ടിലൊക്കെ നന്നായിട്ട് കാണാൻ. അപ്പം ബേസിലും അവിടെ ചിരിക്കുന്നു, ഞാനിവിടെ ചിരിക്കുന്നുണ്ട്. ഇവൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന പയ്യന് മറ്റേ മുടിയിലവൻ ലൈറ്റ് വെച്ച് കത്തിക്കുന്നുണ്ട്, അവനെ പേടിപ്പിക്കുന്നുണ്ട്, അപ്പൂപ്പനെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പം അതായിട്ട് ഈ അപ്പൂപ്പന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അയാൾ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവൻ സ്വിച്ച് ചെയ്താണ്. പെട്ടെന്ന് അവൻ മൈക്ക് പോലെ സംസാരിക്കുന്ന. അവൻ ഞാനങ്ങനെ ആ 2 മിനിറ്റ് വിട്ടുകൊടുത്തു. നീ എന്തുകൊണ്ട് കാണിച്ചു, നമ്മളെല്ലാം നിന്ന് തരാം, ഇതിന് പാടുകൾ നമുക്ക് റീവർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം man ചെയ്യുന്നതിൽ കുറെ നല്ല സാധനം വന്ന് കുറെ അവിടെ ഒരു പാളിയപ്പോൾ നിർത്തി കട്ട് ചെയ്തിട്ട് ഓക്കെ ഇതുവരെ ഓക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് അതിന്റെ ഷോട്ടിൽ ഒരു പ്ലേ ഇട്ട് കൊടുക്കിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഐഡിയ വരും. ബേസിക് ഐഡിയ വരും, എനിക്ക് വരും, സെല്ലിന് വരും, എല്ലാവർക്കും. അപ്പൊ ഫോൺ എറിയുന്ന ഐഡിയ അപ്പോഴാണ്. അപ്പൊ അങ്ങനെ 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 കുറെ സാധനങ്ങൾ ഇട്ടിട്ടിട്ട് ഫീൽ ചെയ്യും. അപ്പൊ പിന്നെ അച്ഛനെ കൊണ്ടുവരാം. അച്ഛൻ വേറൊരാളാണ്, ഈ ഇത് ടൈപ്പ് ആളല്ല. അപ്പൊ പുള്ളി വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ സ്ക്രിപ്റ്റിൽ മറ്റത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അമ്മ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. അമ്മ വരുന്നത് നമ്മൾ വർക്ക് ആവൂലെന്ന് വിചാരിച്ചാണ്. പക്ഷെ അച്ഛന്റെ സ്മൈൽ അതെല്ലാം കയറിപ്പോയി. അപ്പൊ അല്ലെങ്കിൽ അത് ലാഗായിരുന്നു. ഒരുപാടുണ്ട്. ജോമൻ ഇറങ്ങി പോകുന്ന ഒരു എൻഡാണ്, ഈ അമ്മ വരുന്ന വേറൊരു എൻഡാണ്.
അമ്മ അച്ഛനുമുള്ള ഐ കോണ്ടാക്ട് വേറെ ഉണ്ടാണ്. അതിനായിട്ട് ബേസിൽ വെച്ച് നിൽക്കുമ്പോൾ അത് വേറെ ഉണ്ടാണ്. അപ്പം എവിടെ വേണം നമുക്ക് ഈ ഷോർട്ട് സീൻ നിർത്താം. അപ്പൊ ഞാൻ ജോമോൻ നിർത്താൻ നോർമൽ ആയിട്ട് നിൽക്കും. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ നിർത്തിയാൽ ഭയങ്കര ചിരി വന്നു. അപ്പൊ ഞാൻ ബേസിന്റെ റിയാക്ഷൻ ഇങ്ങനെ ആക്കുന്ന റിയാക്ഷൻ വന്നപ്പം കുറച്ചുകൂടെ ചിരിയായി. അപ്പം ഈ സ്റ്റോപ്പ് നമുക്ക് നമ്മൾ തീരുമാനിക്കുന്നതാണല്ലോ. അങ്ങനെ ഇതെല്ലാം ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ ആളുകൾ തിയേറ്ററിലോട്ട് തിരിച്ച് വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വലിയ സിനിമകളാവട്ടെ ചെറിയ സിനിമകളാവട്ടെ കണ്ടന്റ് ഏതും ആവട്ടെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. നല്ല സിനിമയായി ആളുകൾ വിജയിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഒരു സംവിധായകന്റെ റെസ്പോൺസിബിലിറ്റി പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ തിയേറ്ററിൽ കൊണ്ടുവരാന്നുള്ളത് പറയുമെങ്കിലും ഈ ആളുകൾക്ക് എന്ത് വേണം എന്നതാണോ അല്ലെങ്കിൽ എന്റെ സിനിമ ആളുകൾ കാണണം, ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആളുകൾ കാണണം എന്നുള്ളതാണ് എന്റെ സിനിമ എന്നുള്ള കോൺസെപ്റ്റ്. ഞാൻ ബുദ്ധു കഴിഞ്ഞപ്പോ തന്നെ വിട്ടു. അന്താക്ഷരി ഞാൻ ചെയ്യുന്നത് എന്റെ സിനിമ എന്നുള്ളതല്ല. എനിക്ക് ആളുകൾ കാണണം, അല്ലെങ്കിൽ ആളുകൾ എൻഗേജ്ഡ് ആയിരിക്കണം, എന്റർടൈൻ ആയിരിക്കണം. അതിപ്പം ചിരിച്ചോണ്ടിരിക്കണമെന്ന് മാത്രമല്ല, ഇമോഷണലി അന്താക്ഷരി ഭയങ്കര ഇമോഷണലി ത്രില്ലിൽ പോകുന്ന സാധനമാണ്. അപ്പൊ അത് ഭയങ്കര സ്ലോ ആയിട്ടുമ്പോഴും ആളുകൾ ത്രില്ലായിട്ടുള്ളത് ഈ ഒരു മൈൻഡ് വെച്ചിട്ട് അതിന്റെ എഡിറ്റിംഗിലോ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ പ്ലേയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഭയങ്കര സ്ലോ ആണ് സിനിമ, എന്നിട്ടും ആളുകൾ ഭയങ്കര ഹുക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പം ആളുകൾ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത്, ആളുകളുടെ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ആർട്ട് പീസ് ഓഫ് ആർട്ട് കാണുമ്പോൾ, ഒരു പെയിന്റിങ് കാണാൻ എടുക്കുന്ന സമയം, ആ പെയിന്റിങ്ങിന് നമ്മളൊരു ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് വർത്തായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾ 5 മിനിറ്റ് ആ പെയിന്റിങ് നോക്കി നിൽക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു അത്രയും ഒരു ബ്യൂട്ടിഫുൾ മാർവലസ് പീസ് ഓഫ് പെയിന്റിങ് ആണെങ്കിൽ മാത്രം നമ്മൾ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകും എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ 2.5 മണിക്കൂർ എന്നുള്ളത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരാളുടെ. അപ്പം അയാൾ വണ്ടി എടുത്ത് ഈ മഴയത്തും വെയിലത്തും ഫാമിലിയായിട്ട് കൂടി ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ അവർ ആ രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്ന്. അപ്പം അവരെ കൺസിഡർ ചെയ്താണ് സിനിമ ചെയ്യുന്നത് ഞാൻ. അപ്പം അതില് കോമഡി ഉണ്ടാവാം, അല്ലെങ്കിൽ സീരിയസ് ഉണ്ടാവും. പക്ഷെ എന്തായാലും അതിന് മാറ്റമൊന്നുമില്ലല്ലോ. നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള സാധനം എനിക്ക് അതിന് ബാധ്യതയില്ല. എന്നുവെച്ചാൽ അത് കാണാൻ ആരും വരില്ല. ഞാൻ എത്ര ഭയങ്കര ക്രിയേറ്റീവായിട്ട് സാധനം ചോദിച്ചാൽ ഒരാളും തിരിഞ്ഞു നോക്കില്ല. അതിനെല്ലാം ആളുകൾ വരുന്ന കാശ് തരുന്നത്. അപ്പം ഉറപ്പായിട്ടും അത് ഞാൻ രണ്ടാമത്തെ ആസ്പെക്റ്റിലാണ് പോകുന്നത്. ആളുകൾ വരണം തന്നെയാണ്, ആളുകൾ കാണണം. അത് ഞാനല്ല, അന്താക്ഷരിയുടെ ബഡ്ജറ്റ് എനിക്ക് 1.40 ഉള്ളൂ. അപ്പൊ ഞാൻ അത്രയും പേര് കണ്ടാൽ മതി ആ ത്രില്ല്. അപ്പൊ ഞാൻ കുറച്ച് വയലൻസ് ഒക്കെ ആഡ് ചെയ്ത് കാണിച്ചത് അത് അത്രയും പേര് കണ്ടാൽ മതി. ഭയങ്കര സിനിമ, ത്രില്ലർ സിനിമ ആണെന്ന് ഇഷ്ടപ്പെടുന്നവർ മാത്രം അത് കാണുള്ളൂ. കുട്ടികൾ കാണില്ല, അത് ഏ സർട്ടിഫിക്കറ്റാണ്, വലിയൊരു കാണില്ല, ഇത്തിരി എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കാണില്ല. അപ്പൊ അതെനിക്കറിയാം. അപ്പം ഞാൻ അതിന് അത്രയുള്ള ബഡ്ജറ്റ് 1.5 റിക്കവറി അത്രയും പേര് മതി, സിനിമ ആസ്വദിക്കുന്നവർ മതി. ജയിലോട്ട് വന്നപ്പോ എനിക്ക് സ്ത്രീകൾ കാണണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഞാൻ അവർക്കുള്ള ഇൻപുട്സുകളും പിന്നെ ടീനേജേഴ്സ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് മ്യൂസിക്കിലേക്ക് ഹൈ ആക്കി കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ ഞാൻ നേരെ തിരിച്ച് എല്ലാരും കാണണം എന്നുള്ള സാധനത്തിലോട്ട് എത്തി. അപ്പൊ ടാർഗറ്റ് ഓഡിയൻസ് എനിക്ക് ധാരണയുണ്ട്, ഇന്ന ആളാണ് കാണുന്നത്, അവർക്കുള്ള സാധനമാണ്. അത് ഞാനിപ്പം നമ്മളിന്ന് പ്രൊമോഷനൊക്കെ തന്നെ പറയും, ഫാമിലി കുട്ടികൾക്കുള്ള ആണെന്നുള്ള പറയുന്നതിന്റെ കാര്യം അതായിരുന്നു. എനിക്ക് ഒരു സീനുമായിട്ട് ചോദിക്കാനുള്ളത്, അത് ഭയങ്കര ഓർഗാനിക് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പെട്ടെന്ന് പ്രതീക്ഷിച്ച ചിരി പൊട്ടിയ സീനായിരുന്നു. ഈ ഐഫോണിന്റെ ഒരു സീക്വൻസ് വരുന്നുണ്ട് ബേസിൽ വന്നതിന് ശേഷമുള്ളത്. അതിൽ ഈ അച്ഛൻ ഈ സിമ്മ് പിടിച്ച് അത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ ഷോട്ടിൽ പുള്ളി അവിടെ ഇരിക്കുന്നത് കാണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇത് പോകുമ്പോ പെട്ടെന്ന് അമ്മയുടെ ഈ പറഞ്ഞ റെൻഡറിങ്ങിലാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ആവുന്നത്. അത് ഈ പറയുന്ന ദീപു എഴുതിയ രീതി ഭയങ്കര രസമാണ്. നമ്മൾ എഴുതുമ്പോ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തു വരും. മകൻ എന്നിട്ട് പോകുമ്പോൾ കൈ ഊരി പിടിച്ച സിമ്മുമായിട്ട് നോക്കിയിരിക്കുന്ന അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് വിഷ്വൽ അത്രയും കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയാം. അത് ദീപുവിന്റെ ഒരു നിഷ്കളങ്ക കോമഡിയുടെ പീക്കാണ് അതൊക്കെ. ഇപ്പൊ മറ്റേ ഗിഫ്റ്റ് കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ദീപുവിന്റെ എഴുത്താണ്. അപ്പം അത് എത്രത്തോളം കിട്ടും എന്നുള്ളതാണ് എന്റെ പേടി. അപ്പം അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളിനി സിമ്മിന്റെ ക്ലോസ് കാണിക്കണം, ഫോണിന്റെ ക്ലോസ് കാണിക്കണം എന്നൊക്കെ ഉണ്ട് ശരിക്കും. ഞാനത് കാണിക്കാത്തത് ഇയാള് നമ്മുടെ അച്ഛന്റെ റിയാക്ഷനിൽ അത് പോകണം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതാണ് സ്റ്റെപ്പിൽ കൂടെ കയറി പോകുന്നതും ഇയാൾ ഡോഗ് ഷോട്ടിൽ രജിസ്റ്റർ ചെയ്തൊക്കെ കാണിച്ചത് അങ്ങനെയാണ്. കാര്യം അല്ലാതെ വേറെ വഴിയില്ല സാധനം. ഇപ്പോഴിന്റെ കണക്കിൽ അത് സ്ക്രിപ്റ്റിന്റെ അത്രയും ആ സീൻ വന്നിട്ടില്ല. ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ റൊമാൻസ് വർക്ക് ചെയ്യുന്നത്, അതായത്
ഇത്രയും സ്നേഹിക്കുന്ന രണ്ടുപേരെ ഇതും നമ്മളുടെ പ്രേക്ഷകർ കണ്ടു പരിചയിച്ച ഒരു രീതിയോ ശീലോ അല്ല അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇവർക്ക് പുതിയതാണ്. എന്തൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നു മുൻമാതൃക എന്ന് പറഞ്ഞാലും ഇത് പുതിയൊരു രീതിയാണ്, കാഴ്ച രീതിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ രണ്ട് അളിയന്മാരുടെ ബോണ്ടിങ് സെറ്റ് ചെയ്യുന്നത്, രണ്ട് സ്വഭാവമുള്ളവര്, ഇതിന്റെ ഒരു ഡൈനാമിക്സ് ആദ്യത്തെ ഈ സ്ക്രിപ്റ്റ് നേരത്തെ മുതലേ പല ആക്ടേഴ്സിലൂടെ വന്നിരുന്നല്ലോ, വിപിനിലെത്തുമ്പോൾ അതൊരു മാറ്റങ്ങൾ ശരിക്കും വരുന്നുണ്ടായിരുന്നു. ഈ രണ്ട് അളിയന്മാരുടെ കഥാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ഉണ്ട്, ഡയലോഗ്സ് എല്ലാം ഇതുപോലെ ഉണ്ട്. പക്ഷെ അതിന് ഇത്രയും ഫ്രഷ്നെസ്സും ഇത്രയും ചിരി വരുന്നത് ഇവര് തമ്മിലുള്ള ആ കോൺട്രാസ്റ്റ് ആണ്. ഫേസിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളും നമ്മുടെ മനസ്സിൽ ഒരു പ്രേക്ഷകൻ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആള്, ഇപ്പുറത്ത് വളരെ മാൻലി ആയിട്ടുള്ള വളരെ അറിവും വിവരവും ഇല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ബുദ്ധിജീവി, ഇല്ലെങ്കിൽ നമ്മള് ഭയങ്കര വേറെ രീതിയിൽ കാണുന്ന ഒരു പാൻ ഇന്ത്യൻ ഒരാള്. ഇത് രണ്ടും വരുമ്പോൾ ഒരു കോമ്പിനേഷൻ നമുക്ക് ആ കോൺട്രാസ്റ്റ് ആണ് സാധനം മൊത്തം ഇത്രയും ബ്ലാസ്റ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ബേസിലിനെ പോലൊരു അളിയനാണ് ഇപ്പുറത്തെങ്കിൽ നമുക്കത് സാധാരണ സീനായിരുന്നു. ഇതിനെ പോലെ തന്നെയാണ് ഒരാൾ ഇപ്പുറത്തുകൊണ്ടിരുന്നെങ്കിൽ അതും സാധാരണ സീനാണ്. ഇത് ഈ കോൺട്രാസ്റ്റ് ആണ് ഇവരുടെ എല്ലാം നമുക്ക് വർക്ക് ആയിട്ടുള്ളത്. അപ്പൊ ആ കോൺട്രാസ്റ്റിൽ വന്ന് വീഴുമ്പോൾ തന്നെ നമുക്കത് ബ്ലെൻഡ് ആവുന്ന ഉറപ്പായിരുന്നു. അപ്പം ഈ ഹൈ കിട്ടുന്ന സ്ക്രിപ്റ്റിൽ കിട്ടിയിട്ടില്ല ഇത്രയും. അതിന്റെ പെർഫോമൻസിലും ഈ ഇത് തന്നെയാണ് വർക്ക്. നമ്മള് ചില സീനും സ്ക്രിപ്റ്റിൽ താഴെ പോയിട്ടുണ്ട്, ചില സ്ക്രിപ്റ്റിന് വെളി പോകുന്നതിന്റെ കാര്യം ഇതൊക്കെയാണ്. പെർഫോമൻസിൽ ഉറപ്പായിട്ടും മാറ്റം. പൃഥ്വി പറഞ്ഞ ഇനിയൊരു സിനിമ കൂടെ വിപിന്റെ കൂടെ ഉണ്ട്, അതൊരു ലാർജ് സ്കെയിൽ. അത് എനിക്ക് വളരെ മനസ്സിനോട് അടുത്തിരിക്കുന്ന ഒരു ചെറിയ ഫാമിലി സിനിമ തന്നെയാണ്. അപ്പം ഞാൻ രാജുവിന് എപ്പോഴും നമ്മൾ സലാറും അല്ലെങ്കിൽ ബഡമി ഷോട്ടമി അല്ലെങ്കിൽ യുദ്ധം, ഫൈറ്റ്, പടങ്ങൾ രാജുവിന് കാണുന്നത്. പക്ഷെ എനിക്ക് അപ്പോഴും ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നത് രാജുവിന് ഒരു വീട്ടിൽ കൊണ്ടിട്ട് എങ്ങനെ ഉണ്ടാവും, ഇതുപോലത്തെ ഒരാളെ നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും. സാധാരണ മിഡിൽ ക്ലാസ് വീട്ടിൽ നിൽക്കില്ല പുള്ളി. ഒരു വീട്ടിനകത്ത് ഒരു ചെറിയ ജയജയിലെ പോലത്തെ ഒരു വീട്ടിനകത്ത് പുള്ളി പ്ലേസ് ആവില്ല. ആ പ്ലേസ് ആയത് എങ്ങനെ രസം ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല തമാശ കിട്ടും, നല്ല ഇമോഷൻസ് കിട്ടും എന്ന്. അതാണ് ഈ ഇതിൽ സംഭവിച്ചത്. അതേപോലത്തെ ഒരു അതിനേക്കാൾ കുറച്ചുകൂടെ കുഞ്ഞു പടമായിരിക്കും. അതിൽ ഗുരുവായൂരും സെറ്റപ്പും ആർട്ടിസ്റ്റും ഉണ്ട്. അതിൽ എനിക്ക് തോന്നും ഒരു 90% ആൾക്കാരും പുതിയ ആൾക്കാരും ജയജയുടെ ഒരു പാറ്റേണിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് അതായിരിക്കും. അപ്പൊ എനിക്ക് രാജുവിന് അത് ഇഷ്ടമാണ്, അങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പൊ രാജുവും അത് ഇങ്ങനത്തെ സിനിമയല്ല ആദ്യം ചെയ്യാൻ പ്ലാൻ ചെയ്തത്, നമ്മൾ അത് തന്നെയാണ് പ്ലാൻ ചെയ്തത്. അപ്പം അതെനിക്കൊരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ കുറെ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പല ഡ്രാഫ്റ്റുകൾ പല നടന്മാർക്ക് വേണ്ടി എഴുതിയിട്ട് അത് എല്ലായിടത്തും പോയിട്ടില്ല. അത് എല്ലാവർക്കും പ്ലേ ചെയ്യാൻ പറ്റില്ല ആ ക്യാരക്ടർ. അപ്പം അത് രാജുവിന് ഭയങ്കര സൂട്ടാണ്. അത് കേൾക്കുമ്പോൾ ഒറ്റ ആക്കി കേൾക്കുന്നതിന് രാജുവിന് ഭയങ്കര സൂട്ടാണ് ആ ക്യാരക്ടർ. അപ്പം രാജു ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സിനിമ. അപ്പൊ അത് എൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ഡ്രാഫ്റ്റ് അതിന്റെ ലൊക്കേഷനെ കണ്ട ആ ഒരു സിനാരിയും ലൊക്കേഷൻ ഒരു നാടും ഫുൾ കളർ ആവുള്ളൂ. അപ്പൊ അത് പതുക്കെ പതുക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഈ ട്രെൻഡിങ് ആയതായിരുന്നു ST സൂര്യയുടെ മലയാളത്തിലോട്ടുള്ള വരവ്, ഫഹദ് മൂവി, ഇവന്റെ സിനിമ. നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ആ സിനിമയായിരിക്കും. അത് തന്നെയാണ് ഉടനെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അത് അതിന്റെ ഫയൽ എഴുത്ത് പരിപാടികളൊക്കെ അത് അത്യാവശ്യം ലാർജ് സ്കെയിൽ പരിപാടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ST സൂര്യക്ക് ഇവിടെ ഒരു ഫാൻ ബേസ് ഈ ടൈം കൊണ്ട് നിങ്ങൾ ഡിസ്കഷൻ തുടങ്ങി ഈ ടൈമിനുള്ളിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പുള്ളി അങ്ങനെ എന്താ പറയാ അങ്ങനെ സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ സിനിമകൾ അതുപോലെ വർക്കായിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഹൈപ്പ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പം നമുക്ക് ഉള്ളൊരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ടെൻഷനും അതാണ്. രണ്ട് നല്ല വലിയ ആർട്ടിസ്റ്റുണ്ട്. അപ്പൊ അവരെ ആസ് എൻ സ്റ്റാർ, ആസ് എൻ ആക്ടർ റിലീസ് ചെയ്യുന്നുള്ളവരിക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള റീവർക്കുകളാണ് ഇപ്പൊ നടക്കുന്നത്. ഒന്നാ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനും പാടില്ല. അത് ഇതുപോലത്തെ സിനിമയല്ല, കുറച്ചുകൂടി ഡെപ്തും ഒക്കെ വരണം. ഗാങ്സ്റ്റർ കോമഡിയാണ്, എന്നാലും അതിനകത്ത് ക്യാരക്ടർ ഡെപ്ത് ഒക്കെ വരുന്നൊരു സാധനം തന്നെയാണ് പോകുന്നത്. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്യുന്നു, പ്ലാനിങ്ങിൽ ഇത്രയും സിനിമകളുണ്ട്. ഈ വിപിൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ വൺസ് ഇൻ എ ലൈഫ് ടൈം എങ്കിലും ഈ ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഭയങ്കര ചിലപ്പോൾ ഒരു സമയത്ത് ലൈഫിന്റെ ഒരു മേജർ പോർഷൻ വേണ്ടി മാറ്റി വെക്കാം, അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ജോണർ അങ്ങനെ ഉണ്ടോ ശരിക്കും? ഇല്ല, ഒരിക്കലും ജോണറൊന്നും സാധനമില്ല, ജോണറില്ല എന്റെ മനസ്സിൽ. അപ്പം അങ്ങനൊന്നുമില്ല. ഈ സിനിമ കരിയറിന്റെ ഒരു അൾട്ടിമേറ്റ് വിഷൻ എന്തായിരിക്കും വിപിന്റെ? ഒരേടില്ല. ഞാൻ ഇപ്പൊ പോകുന്ന ഒരു ഹൈ ഉണ്ട്, ആ ഹൈ തന്നെ പോകണം എന്നുള്ളതാണ്. അപ്പൊ എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്ന അറിയാം, ഇടിച്ചു നിൽക്കുന്നത് നിൽക്കും, അതുവരെ ഹൈയിൽ പോകുന്നില്ല. അപ്പം ഉള്ള കഥകളൊക്കെ ഇങ്ങനെ മുകളിൽ ഇത് എടുക്കുക എന്നുള്ളതല്ലാതെ ഈ പറഞ്ഞ പോലെ അതിന്റെ അപ്പുറത്തെ കുറിച്ച് എനിക്ക് ആ സിനിമയുടെ വലിപ്പച്ചെറുപ്പം എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. സിനിമ തന്നെയാണ് മെയിൻ. എന്തായാലും എല്ലാവിധ ആശംസകളും.
ഗുരുവായൂർ അമ്പലനടയും വരാൻ പോകുന്ന എല്ലാ സിനിമകളും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു. ശരി, താങ്ക് യു.